ഇന്ന് ജസ്റ്റ് പറഞ്ഞ് വെച്ചൊരു കാര്യമാണ് റിസർച്ചിന്റെ മീനിങ്. റിസർച്ചിന്റെ മീനിങ് ഇസ് ദ മീനിങ് ഓഫ് റിസർച്ച് ഇസ് സെർച്ച് ഫോർ നോളജ് എന്നാണ്. സോ റീസെർച്ച് എന്നാണ് പറയുന്നത്, വിച്ച് മീൻസ് സെർച്ചിങ് ഓവർ ആൻഡ് ഓവർ അഗെയിൻ. ദാറ്റ് ഈസ് വാട്ട് റിസർച്ച് ഇസ്. സോ റിസർച്ചിന് ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ടെങ്കിലും വൺ ഓഫ് ദ ഫേമസ് ഡെഫിനേഷൻസ് ഇസ് ഗിവൻ ബൈ റിസർച്ചർ കോൾഡ് ക്ലിഫോർഡ് വുഡി. സോ ക്ലിഫോർഡ് വുഡി പറയുന്ന ഒരു ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസർച്ച് കംപ്രൈസസ് ഡിഫൈനിങ് ആൻഡ് റീഡിഫൈനിങ് എ പ്രോബ്ലംസ്. So defining a problem എന്ന് പറയുമ്പോൾ you have to define a completely new problem. When do we redefine a problem? When the problem is already existing and you have to modify the problem. At that time you have to redefine the problem. Then when you are once the problem is defined, you have to formulate a hypothesis. See, നിങ്ങളുടെ റിസർച്ച് സൂപ്പർവൈസേഴ്സ് ഒക്കെ നിങ്ങളോട് റിസർച്ച് പ്രപ്പോസൽ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ റിസർച്ച് പ്രപ്പോസലും കൊണ്ട് വരാൻ പറയും. അവിടെ അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഹൈപ്പോത്തസിസ് ആണ്. നമ്മൾ പൊതുവെ എപ്പോഴും റിസർച്ച് ചെയ്യുമ്പം നമ്മൾ ഇൻട്രഡക്ഷൻ എഴുതും, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അങ്ങനെ നമ്മൾ മെത്തഡോളജി, റിസൾട്ട് ആൻഡ് ഡിസ്കഷൻ, ആ മെത്തഡോളജിയുടെ ഭാഗത്താണ് നമ്മൾ ഹൈപ്പോത്തസിസ് എഴുതുന്നത്. പക്ഷെ ഹൈപ്പോത്തസിസ് സംതിങ് ദാറ്റ് യു ഷുഡ് ഹാവ് ബിഫോർ യു സ്റ്റാർട്ട് ദ റിസർച്ച്. ഹൈപ്പോത്തസിസിനെ വെച്ചായിരിക്കണം, ഹൈപ്പോത്തസിസ് ഷുഡ് ഗൈഡ് യുവർ റിസർച്ച്. ഹൈപ്പോത്തസിസിനെ വെച്ചായിരിക്കണം നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം യു ഷുഡ് ഹാവ് എ ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് ആൻ എഡ്യൂക്കേറ്റഡ് ഗസ്. ഇപ്പൊ ഞാൻ എനിക്ക് റിസർച്ച് ചെയ്യണം to find out whether my hypothesis like males have a higher self esteem than females എന്നൊരു റിസർച്ച് ആയി എനിക്ക് ചെയ്യുന്നതെങ്കിൽ, അപ്പം എന്റെ കയ്യിൽ എന്താണ് ഈ ഒരു ഹൈപ്പോത്തസിസ് ഉണ്ട്. എന്നിട്ട് ഞാൻ പോയി മെയിൽസിന്റെയും ഫീമെയിൽസിന്റെ അടുത്ത് പോയി ഡേറ്റ കളക്ട് ചെയ്യും, സെൽഫ് എസ്റ്റീമിന്റെ ക്വസ്റ്റനെയർ കൊടുത്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യും. എന്നിട്ട് ഞാൻ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്ത് I will either confirm the hypothesis or I will reject the hypothesis, confirm or not confirm the hypothesis. പൊതുവേ നമ്മൾ ഹൈപ്പോത്തസിന്റെ കാര്യം പറയുമ്പോൾ we say that you accept the hypothesis or reject the hypothesis എന്നാ പൊതുവേ പറയാറ്. നമ്മുടെ ബുക്കുകളിലൊക്കെ നോക്കിയാലും അതാണ് പറയുന്നത്. ഇപ്പൊ റീസെന്റ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, you don't accept or reject a hypothesis. So what you have to say is you either confirm a hypothesis or you don't confirm a hypothesis. അവിടെ ഒരു അക്സെപ്റ്റൻസും റിജക്ഷനും എന്ന് പറയുന്ന ഒരു കാര്യം വേണ്ട എന്നാണ് ഇപ്പൊ പുതിയതായിട്ട് ഇങ്ങനെ റീസെന്റ് സ്റ്റഡീസ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ബുക്കുകളിൽ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും റിസർച്ച് മെത്തഡോളജി ബുക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും പല ഓതേഴ്സും ദേ യൂസ് ദ ടേം അക്സെപ്റ്റ് ആൻഡ് റിജക്ട് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ ടേംസ് ആയിരിക്കും പൊതുവെ യൂസ് ചെയ്യുക. ഇതൊക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഓരോ ചേഞ്ചസ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് you either define a problem or you redefine an already existing problem. Then you formulate a hypothesis. Hypothesis means it's an educated guess. Then you collect a data, organize and evaluate data. Hypothesis ഉണ്ട്, എന്നിട്ട് നമ്മൾ ഈ ഹൈപ്പോത്തസിസ് you have to test the hypothesis. അതാണ് നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്. So for that you collect the data, you then analyze the data. എന്തെങ്കിലും statistical tools ഒക്കെ യൂസ് ചെയ്ത് you will be analyzing the data and then you make a deduction out of it. Then you will be deciding, okay, either I can accept the data, I accept the hypothesis, അല്ലെങ്കിൽ I can reject the hypothesis എന്ന് പറയുന്ന ഒരു ഡിഡക്ഷനിൽ എത്തിച്ചേരും. ആൻഡ് യു ഫൈനലി റീച്ച് എ കൺക്ലൂഷൻ. ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കും, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, ഐ ഹാവ് അക്സെപ്റ്റഡ് ദ ഹൈപ്പോത്തസിസ് ആൻഡ് വൈ യു ഹാവ് അക്സെപ്റ്റഡ് ദ ഹൈപ്പോത്തസിസ്, എന്തുകൊണ്ടാണ് യു ഗോട്ട് ദ റിസൾട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഡെഫിനേഷനകത്ത് ദേ ഹാവ് mentioned all the steps of research എന്ന് വേണമെങ്കിൽ പറയാം, which we will be seeing in the upcoming classes. So ഇപ്പം ഇതിനകത്ത് ബേസിക്കലി അവർ ഈ ഒരു ഡെഫിനേഷനകത്ത് this person has mentioned all the steps in research. So this definition, this is a quite very famous definition. So here it's about defining and redefining a problem. Research എന്ന് പറയുന്നത് first you have to define and redefine a problem, then you formulate a hypothesis, collect, organize and evaluate the data, and you make you test the hypothesis, and then you come to a conclusion. That is what this definition explains about. So നമ്മുടെ research steps എല്ലാം ഞാൻ പറഞ്ഞല്ലോ, റിസർച്ച് സ്റ്റെപ്സ് ഒക്കെ ഈ ഒരു ഡെഫിനേഷനകത്ത് വരുന്നുണ്ട്. പക്ഷെ we will be seeing the steps in researches in the upcoming classes. So but today my focus will be mainly on types of research. So types of research എന്ന് പറയുമ്പോൾ there are many types of researches we will be seeing. Okay, almost all the types of researches we will be seeing in this class. First type എന്ന് പറയുന്നത് descriptive versus analytical research. See, descriptive research എന്ന് പറയുന്നത് the main purpose of descriptive research is description of state of affairs
as it exists at present. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is about describing the current status of a phenomena. ഇപ്പൊ for example, you wanted to know the current unemployment rate in India among youth. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ്. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുവാണ് ഇപ്പോഴത്തെ കറണ്ട് വാട്ട് ഇസ് ദ കറണ്ട് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഇൻ among യൂത്ത് ഇൻ ഇന്ത്യ. ആ ഒരു കാര്യത്തിനെ നമ്മൾ ജസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യുവാണ്. അതിനെയാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പം ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. എക്സ് പോസ്റ്റ് ഫാക്ടോ എന്ന് പറയുന്നതിന്റെ മീനിങ് തന്നെ ആഫ്റ്റർ ദ ഫാക്ട് എന്നാണ്. എക്സ് പോസ്റ്റ് ഫാക്ടോ. So ഇവിടെ the research is conducted after the event has occurred. So for example, ഇപ്പൊ പറയുവാണെങ്കിൽ നമുക്ക് we were affected with flood ഒരു 2 years back. So you wanted to study, if you wanted to study the mental health of people in flood affected area. അങ്ങനെ ഒരു സ്റ്റഡി നടത്തണമെങ്കിൽ ഫ്ലഡ് സംഭവിച്ചതിന് ശേഷമേ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ സ്റ്റഡികളെയാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ the event has already occurred എന്നിട്ട് നമ്മൾ റിസർച്ച് ചെയ്യും. അതിനെയാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഹിയർ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ the researcher has no control over the variables. നമുക്ക് ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് is something that is out of our hands. അപ്പം ഇവിടെ വേരിയബിളിനെ the researcher cannot control the variable at all. So here what the researcher can do, the researcher can only report what has happened or what is happening. ആ സമയത്ത് എന്ത് സംഭവിച്ചെന്നോ അത് കഴിഞ്ഞിട്ട് അവരുടെ മെന്റൽ സ്റ്റേറ്റസ്, അവരുടെ മെന്റൽ ഹെൽത്ത് എന്തായി എന്നുള്ള കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആ വേരിയബിളിനെ അവിടെ കൺട്രോൾ ചെയ്ത് അതിനെ മാറ്റാനോ ഒന്നും മാനിപ്പുലേഷൻ ഒന്നും നടക്കില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവിടെ ഫ്ലഡ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഇവന്റ് അക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ട് ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു, ആ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയായിരുന്നു, ഇതൊക്കെ പഠിക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് ആ വേരിയബിളിനെ കൺട്രോൾ ചെയ്യാനോ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യുക വാട്ട് ഹാപ്പൻഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം എന്ന് അങ്ങനെ ചെയ്യുന്ന റിസർച്ചിനെയാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്ന അനലിറ്റിക്കൽ റിസർച്ച് ആണ്. In analytical research, the researcher has to use facts or information already available and analyze these to make a critical evaluation of the material. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ why did it happen? Why a particular event happened? അത് പഠിക്കുന്നത് തന്നെയാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിനകത്ത് we are describing ഒരു പെർട്ടിക്കുലർ ഇവന്റിനെ നമ്മൾ ആ ഒരു ഇവന്റിന്റെ സ്റ്റേറ്റസിനെ ഡിസ്ക്രൈബ് ചെയ്യുവാണ്. നമ്മൾ ആ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ കാര്യം പറഞ്ഞു. So what is unemployment rate in India among youth? Analytical research, other descriptive research. Analytical research എന്ന് പറയുമ്പോൾ why this youth is finding hard to get a job എന്ന് പഠിക്കുന്നതാണ്. why എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നതാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും അഡ്രസ് ചെയ്യുക. അനലിറ്റിക്കൽ റിസർച്ച് ഇറ്റ്സ് why. എന്തുകൊണ്ടാണ് they are having a harder time to find a job? That is what analytical research is. Okay, these are the two types of researches. There are many more research. Another type of research is applied versus fundamental research. Applied research വേറെ പേരുകളും ഉണ്ട്, like action research. Okay, applied research ന്റെ വേറൊരു പേരാണ് action research എന്നുള്ളത്. Fundamental research, it has got many names like basic research, pure research. Applied research എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it aims at finding a solution for an immediate problem facing a society or an industry, business organization. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you have to immediately find out a solution to a problem. അങ്ങനെ അതിനെയാണ് applied research എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്നു, കോവിഡ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം വന്നു, researchers found out a vaccine for it. അവിടെ യൂസ് ചെയ്ത റിസർച്ച് ഏതാ? ഇറ്റ്സ് അപ്ലൈഡ് റിസർച്ച്. ഒരു പ്രോബ്ലം ഉണ്ടായി, they find a solution for it. Immediately they find a solution for it. That is what applied research is. Whereas fundamental research അല്ലെങ്കിൽ basic research എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it's concerned with generalization and with formulation of a theory. Generalization ഇവിടെ എന്ന് പറഞ്ഞാൽ it's more theoretical in nature.
ഈ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ്സ് അബൌട്ട് ഗ്യാദറിംഗ് നോളജ് ഫോർ നോളജ് സേക്ക്. അതിനെയാണ് ഈ ഫണ്ടമെന്റൽ റിസർച്ച് അല്ലെങ്കിൽ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ മെയിൻ ജോബ് റിസർച്ചറിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് ഇസ് ടു എക്സ്പാൻഡ് ദ ഓൾറെഡി expand the already existing scientific knowledge. So already നമുക്ക് കുറച്ച് ഒരു കാര്യത്തെ കുറിച്ച് ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ച് നോളജ് ഉണ്ട്. We are adding knowledge to the existing knowledge. That is what this fundamental research does. ഇപ്പം ഒരു എക്സാമ്പിൾ പറയണം, how did the universe begin, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ, അതൊക്കെ എന്ന് പറയുന്നത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അത് ജസ്റ്റ് നമ്മുടെ നോളജിന് ഇറ്റ്സ് ആഡിങ് ടു അവർ എക്സിസ്റ്റിംഗ് നോളജ്. These it's adding knowledge to our existing knowledge. That is what happens in fundamental research or in basic research. Okay, adana ivide parayunnathu. Applied research is to discover a solution for some pressing practical problems, whereas basic research is directed towards finding information that has a broad base of application and thus adds to the already existing organized body of scientific knowledge. So it is expanding the already existing scientific knowledge. That is what basic or fundamental research is. Any further type of research എന്ന് പറയുന്നത് is about quantitative versus qualitative research. So quantitative research is based on the measurement of quantity or amount. It is applicable to phenomena that can be expressed in terms of quantity. Whereas qualitative research, on other hand, is concerned with qualitative phenomena, that is, phenomena relating to or involving quality or quite. See, quantitative research, it mainly deals with numbers and statistics. Adana quantitative research mainly. They are basically objective in nature. Quantitative. For example, on a scale of 1 to 5, how happy are you today? And then if you are extremely happy, you will give me a number 5. About you are getting a number. It's or a number and you are quantifying it. അങ്ങനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്ന റിസർച്ചസിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് വെർബൽ ഓർ റിട്ടൺ ഡാറ്റ. അത് ഇറ്റ്സ് ക്വൈറ്റ് സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ what are the challenges that you have faced when you pursued your UG എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഓരോരുത്തരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആൻസേഴ്സ് കിട്ടും. പ്രോബ്ലി some may be saying online classes was a big challenge for you. അപ്പം അത് ഒരു വെർബൽ ഡാറ്റയാണ്, ഒരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. സോ അതൊരു ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഇറ്റ് ഈസ് അബൌട്ട് എക്സ്പ്ലെയിനിങ് a phenomena which is qualitative in nature. അതിനെയാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ് മെയിൻലി ഡീൽസ് വിത്ത് വെർബൽ ഓർ റിട്ടൺ ഡാറ്റ ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. അപ്പൊ ഓരോ മാറിക്കൊണ്ടിരിക്കും. മറ്റേ ഇപ്പൊ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ 1 to 5 എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും 1 തൊട്ട് 5 വരെയുള്ള ഡേറ്റയെ നമുക്ക് കിട്ടുള്ളൂ. 1 തൊട്ട് ഇപ്പൊ 5 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 5 പേരും ഒരാൾ 1 ആയിരിക്കും, 2 ആയിരിക്കും, 3 ആയിരിക്കും, 4 ആയിരിക്കും, 5 ആയിരിക്കും. അങ്ങനെ 5 നമ്പേഴ്സേ കിട്ടുള്ളൂ. പക്ഷെ ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് n നമ്പർ ഓഫ് റെസ്പോൺസസ്. എത്ര റെസ്പോൺസ് വേണേലും കിട്ടാം. ഞാൻ 5 പേരോ 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് 10 ഡിഫറെന്റ് റെസ്പോൺസസ് കിട്ടും. അപ്പൊ പക്ഷെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5 നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പറേ കിട്ടുള്ളൂ. That is the difference between this quantitative and qualitative research. So another type of research എന്ന് പറയുന്നത് conceptual versus empirical research ആണ്. So conceptual research എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a research that is related to some abstract ideas or theory. It is generally used by philosophers and thinkers to develop new concepts or to reinterpret existing ones. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ആൻസറിങ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നതിനെയാണ് കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ അല്ലെങ്കിൽ ട്രൂത്ത് എന്താണ്, മൊറാലിറ്റി എന്താണ് എന്നൊക്കെ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ കോൺസെപ്ച്വൽ റിസർച്ച് ആണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുക. അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനെ അല്ലെ ഐഡിയാസിനെ നമുക്ക് അഡ്രസ് ചെയ്യണം. അങ്ങനത്തെ റിസർച്ച് ക്വസ്റ്റ്യൻസിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ
നമ്മൾ ചെയ്യുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റിസർച്ച് മെത്തേഡാണ് കോൺസെപ്ച്വൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് എംപെരിക്കൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. Empirical research method, it mainly relies on experience or observation alone, often without due regard for system and theory. It is a database research coming up with conclusions which are capable of being verified by observation or experience. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, these are the researches that can be confirmed or verified with the help of observation or experience. അപ്പം എക്സ്പെരിമെന്റോ ഒബ്സർവേഷനോ യൂസ് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന റിസർച്ചസ് ആണ് എംപെരിക്കൽ റിസർച്ചസ്. നമ്മളൊക്കെ പൊതുവെ എംപെരിക്കൽ റിസർച്ചസ് ആണ് പൊതുവെ UG ലെവലിലൊക്കെ നിങ്ങൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എംപെരിക്കൽ റിസർച്ചസ് ആയിരിക്കും നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് സർവേ നടത്തി ചെയ്ത റിസർച്ചസ് ആകാം. അപ്പൊ അതൊക്കെ എംപെരിക്കൽ റിസർച്ചസ് ആണ്. സപ്പോസ് യു വാണ്ടഡ് ടു അസസ് വെദർ ലിസണിങ് ടു ഹാപ്പി മ്യൂസിക് പ്രൊമോട്ട് പ്രോ സോഷ്യൽ ബിഹേവിയർ. ഇതിനെ നിങ്ങൾക്ക് അസസ് ചെയ്യണമെങ്കിൽ നമ്മൾ പൊതുവെ രണ്ട് ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസിനെ എടുത്തിട്ട് ഒരു ഗ്രൂപ്പിനെ ഹാപ്പി മ്യൂസിക് കേൾപ്പിക്കും, ഒരു ഗ്രൂപ്പിനെ ന്യൂട്രൽ ആയിട്ടുള്ള മ്യൂസിക് കേൾപ്പിക്കും. എന്നിട്ട് അവരുടെ അത് കഴിഞ്ഞിട്ട് ആ മ്യൂസിക് കേട്ട് കഴിഞ്ഞിട്ട് അവരുടെ പ്രോ സോഷ്യൽ ബിഹേവിയറിനെ അസസ് ചെയ്യും. ഇതെന്നൊക്കെ പറയുന്നത് എക്സ്പെരിമെന്റ്സിൽ കൂടെ ഒക്കെ ചെയ്യാം. ഇത് എക്സ്പെരിമെന്റ്സിൽ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ ഈ എംപെരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പക്ഷെ കോൺസെപ്ച്വൽ റിസർച്ച് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റേഷൻ അറ്റ് ഓൾ. സോ അതാണ് കുറച്ചും കൂടെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യുക നമ്മൾ പറഞ്ഞത്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് യുവർ ലൈഫ് എന്നൊക്കെ പറയുന്നത് കോൺസെപ്റ്റുവൽ ആയിട്ട് അവിടെ നമുക്കൊരു എക്സ്പെരിമെന്റോ ഒബ്സർവേഷൻ കൂടി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ ഈ കോൺസെപ്റ്റുവൽ റിസർച്ച് എന്ന് പറയുന്നത്. എംപെരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് യു ക്യാൻ വെരിഫൈ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒബ്സർവേഷൻ ഓർ എക്സ്പീരിയൻസ്. അതിനെയാണ് നമ്മൾ എംപെരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? Am I reaching out to you? Please tell me. Yes, ma'am. Okay. So I hope you are understanding what I am saying. Okay. So if you don't understand, please stop me. Okay. I can explain it again. Okay. We are going to see some other types of research. So another type of research, it's about longitudinal research, or it's also called as one-time research. So it focuses mainly on same sample for an extended period of time. അതിനെയാണ് നമ്മൾ longitudinal research. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഗിഫ്റ്റഡ് ആണ്, നമുക്കൊരു കുറച്ച് ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ കുട്ടി ഗിഫ്റ്റഡ് ആണ്. സോ ഈ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഇഷ്ടമാതിരി ടെസ്റ്റും ഉണ്ട്. ഗിഫ്റ്റഡ് ആണോ അല്ലയോ എന്ന് സ്പെഷ്യൽ പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് ടെസ്റ്റുകൾ നമുക്ക് കണ്ടക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടി ഗിഫ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത്. ഈ കുട്ടി 5 ഇയർ ആവുമ്പോൾ ആ കുട്ടീനെ പഠിച്ചു. അത് കഴിഞ്ഞ് ആ സെയിം കുട്ടീനെ തന്നെ 9ാമത്തെ വയസ്സിൽ പഠിച്ചു, 12ാമത്തെ വയസ്സിൽ പഠിച്ചു, 18ാമത്തെ വയസ്സിൽ, 22ാമത്തെ വയസ്സിൽ, 25ാമത്തെ വയസ്സിൽ. അങ്ങനെ ആ ഒരു സെയിം ആളെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ തന്നെ ഈ ഓവർ എ പീരീഡ് ഓഫ് ടൈം പഠിക്കുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പം ഒരു സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം പഠിക്കുന്നതിനാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, so that is what longitudinal study. Then coming to the next study, that is cross sectional study. So cross sectional study എന്ന് പറയുന്നത് a cross sectional study collects data from various people, but this happens at one particular time. See, ഒരൊറ്റ നമ്മൾ പൊതുവെ നമ്മൾ സ്റ്റഡി നടത്താൻ പോയിട്ടുണ്ട്. നിങ്ങൾ ഒരു സ്കൂളിൽ പോയി ക്വസ്റ്റ്യനെയർ കൊടുത്തു, എന്നിട്ട് you wanted to study the self esteem of school students. ക്വസ്റ്റ്യനെയർ കൊടുത്തു, അവർ നമുക്ക് ഡേറ്റ കിട്ടി, യു കം ബാക്ക് ഹോം. അങ്ങനത്തെ സ്റ്റഡീസിനെയാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. അറ്റ് വൺ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ അത് പഠിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവരെ ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡി പോലെ ഒരുപാട് കാലം ആ സെയിം സാമ്പിളിനെ വെച്ച് പഠിക്കുന്നില്ല. അതിനെയാണ് ഈ ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഹിയർ ഇൻ ക്രോസ് സെക്ഷണൽ സ്റ്റഡി യു കളക്ട് ദ ഡേറ്റ ആൻഡ് യു study them at one particular point of time.
Whereas longitudinal study, you study the sample for an extended period of time. അതിനെയാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്റ്റഡിയിലെ വൺ ടൈം സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the sample of study remains the same in a longitudinal study. See, ആ സാമ്പിൾ സെയിം ആയിരിക്കും. സെയിം ആൾക്കാർ അഞ്ചാം വയസ്സിൽ പഠിച്ച ആൾക്കാരെ തന്നെയായിരിക്കും 9ാമത്തെ വയസ്സിൽ പഠിക്കുന്നത്, അവരെ തന്നെയായിരിക്കും 12ാമത്തെ വയസ്സിലും പഠിക്കുന്നത്, 18ാമത്തെ വയസ്സിലും പഠിക്കുന്നത്, 20 ആ സെയിം സാമ്പിളിനെ തന്നെയായിരിക്കും പഠിക്കുന്നത്. സാമ്പിൾ മാറില്ല. അത് കാരണം തന്നെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡിക്ക്. കാരണം ഈ സെയിം ഇതിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണം റിസർച്ചർ. 5ാമത്തെ വയസ്സിലുള്ള ആളെ 25ാമത്തെ വയസ്സിൽ അത്രയും കാലം അവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 20 കൊല്ലം അവരെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇൻ ബിറ്റ്വീൻ ആൾ മരിച്ചു പോയേക്കാം. അങ്ങനെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട് ഈ സ്റ്റഡിക്ക്. കാരണം ഇത് ഇത്രയും ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിസർച്ച് ആയത് കാരണം തന്നെ അതിൻ്റെതായ ഡ്രോബാക്സും ഉണ്ടായിരിക്കാം. പിന്നെ വേറൊരു സ്റ്റഡിന് പറയുന്ന റിസർച്ചിന് പറയുന്ന പേരാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. So exploratory research എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a primary study of a new problem about which the researcher has little or no knowledge. So ഇതൊരു preliminary study ആണ്. ഇപ്പൊ ഒരു ഡോക്ടർ, it is similar to a doctor's initial investigation of a patient. It does not provide any conclusive evidence. ഒരു പ്രിലിമിനറി സ്റ്റഡി, നമ്മൾ പൈലറ്റ് സ്റ്റഡി എന്നും ഒക്കെ പറയും. നമ്മൾ ഒരു സ്റ്റഡി നടത്താൻ പോകുമ്പോൾ ഒരു വലിയൊരു സ്റ്റഡി നടത്താം. യു വാണ്ടഡ് ടു സ്റ്റഡി probably ഒരു the work ഒരു സിറ്റിസൺഷിപ്പ് ബിഹേവിയർ among IT professionals. അങ്ങനെ ഒരു വേരിയബിൾ നിങ്ങൾക്ക് പഠിക്കണം. IT പ്രൊഫഷണൽസിന്റെ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ യു വാണ്ടഡ് ടു സ്റ്റഡി. അപ്പൊ വാട്ട് യു വിൽ ഡു? അപ്പം നിങ്ങൾ ആദ്യമേ പോയിട്ട് അപ്പം വലിയ മെയിൻ സ്റ്റഡി അല്ല നമ്മൾ ചെയ്യുക. നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പോപ്പുലേഷൻ എടുത്തിട്ട് ഒരു പൈലറ്റ് സ്റ്റഡി നടത്തും. അത് കഴിഞ്ഞിട്ട് ആ പൈലറ്റ് സ്റ്റഡി വർക്ക്ഔട്ട് ആയെങ്കിൽ മാത്രമേ നമ്മൾ മെയിൻ സ്റ്റഡിക്ക് പോവുള്ളൂ. പൈലറ്റ് സ്റ്റഡിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റി, നമുക്ക് വെൻ യു ഗോയിങ് ഫോർ എ റിസർച്ച് യു വിൽ മേക്ക് എ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണം എന്നൊന്നുമില്ല. പ്രത്യേകിച്ച് വെൻ യു ആർ ഡെവലപ്പിംഗ് യുവർ ഓൺ ടൂൾ. നിങ്ങൾ നിങ്ങളുടെ ഓൺ ഒരു ടൂൾ ഉണ്ടാക്കുവാണ്, ഒരു സ്കെയിൽ ഉണ്ടാക്കുവാണ്, നിങ്ങളുടെ പേരിലുള്ള നിങ്ങളൊരു സ്കെയിൽ ഉണ്ടാക്കുവാണ്. അപ്പം നിങ്ങൾ ആ ഉണ്ടാക്കിയ ഐറ്റംസ്, സ്കെയിലിനകത്തുള്ള ഐറ്റംസ് ഇവർക്ക് റെലവെന്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെറിയൊരു സ്റ്റഡി നടത്തും. നമ്മൾ പൈലറ്റ് സ്റ്റഡി അല്ലെങ്കിൽ പ്രിലിമിനറി സ്റ്റഡി എന്ന് പറയുമായിരുന്നു. ആ ചെറിയ സ്റ്റഡി നടത്തി കഴിഞ്ഞിട്ടേ നമ്മൾ മെയിൻ സ്റ്റഡിക്ക് പോകുള്ളൂ. മെയിൻ സ്റ്റഡിക്ക് പ്രിലിമിനറി സ്റ്റഡിക്കകത്ത് എന്ന് പറയുമ്പോൾ സാമ്പിൾ സൈസ് ഒക്കെ വളരെ കുറവായിരിക്കും, കുറച്ച് ആൾക്കാരെ എടുത്തിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ അത് നമ്മുടെ തെറ്റുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ഇപ്പം ഓക്കെ ഈ സ്കെയിലിന് എന്തൊക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ പ്രിലിമിനറി സ്റ്റഡി ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ പ്രിലിമിനറി സ്റ്റഡി എന്ന് പറയുന്നത്. സോ പ്രിലിമിനറി സ്റ്റഡി അല്ലെങ്കിൽ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. എന്നിട്ട് മാത്രമേ നമ്മൾ മെയിൻ സ്റ്റഡിയിലോട്ട് പോകുള്ളൂ. മെയിൻ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വലിയ ഹ്യൂജ് 1000 സാമ്പിൾ സൈസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോകുന്ന സ്റ്റഡിയാണ് മെയിൻ സ്റ്റഡി എന്ന് പറയുന്നത്. പ്രിലിമിനറി സ്റ്റഡിക്ക് സാമ്പിൾ സൈസ് വളരെ കുറവായിരിക്കും. സോ ഈ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് സ്റ്റഡി ന്യൂ പ്രോബ്ലം. എങ്ങനെയാണ് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ, അതിനെയാണ് ഈ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു കൺക്ലൂസീവ് ആയിട്ടൊരു എവിഡൻസ്, ഒരു കൺക്ലൂഷൻ കിട്ടുന്ന രീതിയിലുള്ള എവിഡൻസോ അവിടെ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യുവോ റിജക്ട് ചെയ്യുവോ അല്ലെങ്കിൽ കൺഫേം ചെയ്യുവോ നോട്ട് കൺഫേം ചെയ്യുവോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് നമുക്കൊരു ജനറൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി സ്റ്റഡിക്കകത്ത്, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഈ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് മെത്തേഡ് ടു ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് പാസ്റ്റ് ഇവന്റ്സ്. ഇത് പാസ്റ്റ് ആയിട്ടുള്ള ഇവന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റഡീസിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ in historical research seek not only to discover the events of the past but to relate these past happenings to present and to the future. So just past ആയിട്ടുള്ള ഇവന്റ്സിനെ അനലൈസ് ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് നമ്മൾ അതിനെ കണക്ട് ചെയ്യും, റിലേറ്റ് ചെയ്യും പ്രസന്റ് ഇവന്റ്സുമായിട്ടും ഫ്യൂച്ചറിൽ എന്തൊക്കെ സംഭവിക്കാം എന്ന രീതിയിൽ അതിനെ നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഈ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് നമുക്ക് പൊതുവേ കിട്ടുന്നത് രണ്ട് സോഴ്സസിൽ നിന്നാണ്, പ്രൈമറി സോഴ്സസ് ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ദോസ് ദാറ്റ് പ്രൊവൈഡ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഓർ ഡയറക്റ്റ് എവിഡൻസ്. അതിനെയാണ് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത്.
സോ ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആരെങ്കിലും ഐ വിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാർ, ഏതെങ്കിലും ഈവന്റിനെ ഐ വിറ്റ്നസ് ചെയ്തവര്, അവര് പ്രൈമറി സോഴ്സ് ആണ്. അല്ലെങ്കിൽ പിന്നെ ഓറൽ ഹിസ്റ്ററീസ് ഈസ് അനദർ എക്സാമ്പിൾ. ഓറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ആർ an interviewer is conducting an interview with a person who is who has experienced historically significant event. ആ സിഗ്നിഫിക്കന്റ് ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്ത്, ഇപ്പൊ ഒരു വാർ ആണെങ്കിൽ ആ ഒരു ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്ത ആളെ വെച്ചിട്ട് ഇന്റർവ്യൂ നടത്തുക, അതിനെയാണ് ഈ ഓറൽ ഹിസ്റ്ററീസ് എന്ന് പറയുന്നത്. അല്ലെ റിട്ടൺ റെക്കോർഡ്സ്, ഡയറീസ്, ഇങ്ങനത്തെ ഡേറ്റാസിനെയാണ് ഈ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഡേറ്റേനെയാണ് പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ഓർ സംടൈംസ് തേർഡ് ഓർ ഫോർത്ത് ഹാൻഡ്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്ന ഡേറ്റായ, അല്ലെങ്കിൽ ബുക്സിലുള്ളത്, ജേർണൽസിലുള്ളത്, അതൊക്കെയാണ് ഈ സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ഹിസ്റ്റോറിക്കൽ റിസർച്ചിനകത്ത് രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഉണ്ട്, ഡേറ്റയുടെ സോഴ്സസ് ഉണ്ട്. ഒന്ന് പ്രൈമറി സോഴ്സസും രണ്ട് സെക്കൻഡറി സോഴ്സസും. പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഓർ ഡയറക്റ്റ് എവിഡൻസ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. സംടൈംസ് ഇറ്റ് ക്യാൻ ബി തേർഡ് ഓർ ഫോർത്ത് ഹാൻഡ് ആസ്പെക്ട്. അപ്പം പ്രൈമറി സോഴ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓറൽ ഹിസ്റ്ററീസ് ആകാം, റിട്ടൺ റെക്കോർഡ്സ്, ഡയറീസ്, വിക്ടിം എഴുതിയ ഡയറീസ്, ഐ വിറ്റ്നസസ് ആകാം, അതൊക്കെ ആകാം. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്സിൽ കാണുന്ന ഡേറ്റ, ബുക്സ്, ജേർണൽസ്, അതൊക്കെയാണ് സെക്കൻഡറി സോഴ്സ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ്, വാറിനെ കുറിച്ചും റെവല്യൂഷനെ കുറിച്ചും ഒക്കെ പഠിക്കുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ചേഴ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. So ഇതിനകത്ത് they will be like study about the cause of the events, what are the അത് കാരണം ഇപ്പോഴത്തെ പ്രസന്റിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ. ഇപ്പൊ വേൾഡ് വാർ 2 നടന്നു, ഇപ്പോഴും അതിന്റെ ഇമ്പാക്ട് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഇപ്പോഴും അവിടെ ഉണ്ടാവുന്നത് കുട്ടികൾക്ക് ഡിഫോമിറ്റീസും ഫിസിക്കൽ ഡിഫക്ട്സും ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പാക്ട് ഇൻ ദ പ്രസന്റ് ആസ് വെൽ. സോ അതൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ പഠിക്കുന്നത് ഈ ഹിസ്റ്റോറിക്കൽ റിസർച്ചേഴ്സ് ആണ്. ഇനി നെക്സ്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് കോറിലേഷണൽ റിസർച്ച് ആണ്. കോറിലേഷണൽ റിസർച്ച് പറയുന്നതിന് മുന്നേ ഫസ്റ്റ് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് കോറിലേഷൻ ഇസ്. കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഓർ വേരി, ദാറ്റ് ഇസ് വാട്ട് എ വേരിയബിൾ ഇസ്. ഇറ്റ് ക്യാൻ ബി യുവർ സ്കോർസ് ഓൺ ദ ടെസ്റ്റ്, ടെമ്പറേച്ചർ ഇൻ ദ റൂം, അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന anything that can vary is called as a variable, and the relationship between two variables is called as a correlation. So correlation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള correlation ഉണ്ട്. ഫസ്റ്റ് correlation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ positive correlation. So positive correlation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a relationship between two variables in which both the variables move in the same direction. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേ വേരിയബിളും കൂടും. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ മോർ ടൈം എ പേഴ്സൺ സ്പെൻഡ് ഓൺ ട്രെഡ്മിൽ ദ മോർ കാലറീസ് ദ പേഴ്സൺ ബേൺ. എത്ര സമയമാണോ ട്രെഡ്മില്ലിൽ സ്പെൻഡ് ചെയ്യുന്ന ആ പേഴ്സൺ, അത്രയും കാലറീസ് ആ പേഴ്സൺ ബേൺ ചെയ്യും. അപ്പം അത് രണ്ടും സെയിം ഡയറക്ഷൻ, രണ്ടും മോർ ആണ്. സെയിം ഡയറക്ഷനിലാണ് രണ്ട് വേരിയബിളും പോകുന്നത്. സോ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാലറീസ്, കൂടുതൽ ടൈം ട്രെഡ്മില്ലിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാലറീസ് ബേൺ ചെയ്യും. അപ്പം രണ്ടും ഇറ്റ്സ് ഗോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ബോത്ത് ദ വേരിയബിൾസ് ആർ ഗോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. രണ്ടും കൂടുവാണ് ചെയ്യുന്നത്. അപ്പം രണ്ടും കൂടുവാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എ പോസിറ്റീവ്. രണ്ട് വേരിയബിളും കൂടുവാണെങ്കിൽ, ബോത്ത് ദ വേരിയബിൾ ഇസ് ഇൻക്രീസിങ്, വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പോസിറ്റീവ് കോറിലേഷൻ. വെൻ ബോത്ത് ദ വേരിയബിൾസ് ആർ ഡിക്രീസിങ്, then also we can call it as a positive correlation. ഇപ്പം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് കുറഞ്ഞു, അത് ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഡിക്രീസസ്, ദ പ്രൈസ് ഓൾസോ ഡിക്രീസസ്, ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓൾസോ ഡിക്രീസസ്. അതും ഒരു പോസിറ്റീവ് കോറിലേഷൻ ആണ്. സോ പോസിറ്റീവ് കോറിലേഷനകത്ത് ബോത്ത് ദ വേരിയബിൾ ഷുഡ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ എന്നേ പറയുന്നുള്ളൂ. അത് ഒന്നെങ്കിൽ രണ്ട് വേരിയബിളും കൂടുന്നതാകാം, അല്ലെങ്കിൽ രണ്ട് വേരിയബിൾ കുറയുന്നതുമാകാം. ഒന്നെങ്കിൽ രണ്ട് വേരിയബിൾ കൂടുന്നതാകാം, രണ്ട് വേരിയബിൾ കുറയുന്നതുമാകാം. കൂടുന്നത് മാത്രമല്ല പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്.
അപ്പം നമ്മൾ പറഞ്ഞു രണ്ട് വേരിയബിൾ കുറയുവാണെങ്കിലും അതിനെ പോസിറ്റീവ് കോറിലേഷൻ പറയാം. ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറഞ്ഞു, അത് കാരണം തന്നെ ഡിമാൻഡ് കുറഞ്ഞു, പ്രൈസും കുറഞ്ഞു. അപ്പൊ അതിനെയും നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. പിന്നെ വരുന്നത് നെഗറ്റീവ് കോറിലേഷൻ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾ ഇൻ വിച്ച് ആൻ ഇൻക്രീസ് ഇൻ വൺ വേരിയബിൾ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡിക്രീസ് ഇൻ അനദർ വേരിയബിൾ. സോ ഇവിടെ ഒരു വേരിയബിൾ കൂടിയപ്പം മറ്റേ വേരിയബിൾ കുറഞ്ഞു. അതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു എക്സാമ്പിൾ പറയണ, ആസ് സ്മോക്കിംഗ് ഗോസ് അപ്പ് ലൈഫ് എക്സ്പെക്ടൻസി കം ഡൗൺ. സ്മോക്കിംഗ് കൂടിയപ്പം ലൈഫ് എക്സ്പെക്ടൻസി താന്നു. അതിനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. പിന്നെ സീറോ കോറിലേഷൻ ആണ്. when there is no relationship between two variables. വേരിയബിൾസ് തമ്മിൽ റിലേഷൻഷിപ്പേ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ സീറോ കോറിലേഷൻ എന്ന് വിളിക്കാം. The strength of the relationship will be determined by the actual number itself. That number will always range between +1 to -1. See, ഇവിടെ കോറിലേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് is represented with the help of a number. And that particular number is called as correlation coefficient. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ r ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നമ്പർ ദാറ്റ് റെപ്രസെന്റ് the strength and direction of a relationship existing between two variables. അതിനെയാണ് നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. See, ഈ കോറിലേഷൻ കോഎഫിഷ്യന്റ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഞാൻ പറയുവാണ് r = +0.7 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കാം. ഏതൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പും രണ്ട് ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പും. ഡയറക്ഷൻ എങ്ങനെയാണ്? പ്ലസ് എന്ന് പറയുന്ന ചിഹ്നത്തിൽ നിന്നാണ് നമുക്ക് ഡയറക്ഷൻ മനസ്സിലാവുന്നത്. പകരം r = -0.3 എന്നാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു നെഗറ്റീവ് കോറിലേഷൻ ആണെന്ന് പറയാം. r = 0 എന്ന് പറയുവാണെങ്കിലാണ് നമുക്ക് അതിനെ സീറോ കോറിലേഷൻ എന്ന് പറയാൻ പറ്റുക. ഓക്കെ, അപ്പം അതാണ് ഡയറക്ഷൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പ് ആണ്. സ്ട്രെങ്തിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടേബിൾ നോക്കണം. ഇതിനകത്ത് ഇഫ് r is less than 0.03 or r is less than -0.03 ആണെങ്കിൽ then we can call it as a weak correlation. r is less than 0.7 ആണ്, is less than -0.07 ആണ് എന്നുണ്ടെങ്കിൽ അതിന് മോഡറേറ്റ് കോറിലേഷൻ. ഇനി r is ഇപ്പൊ 0.7 to 0.9 എന്ന് പറയുവാണെങ്കിൽ അതിനെ സ്ട്രോങ് കോറിലേഷൻ ആണ് പറയാം. ഇപ്പൊ -0.7 ഹലോ, കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഹലോ, ഇപ്പൊ കേൾക്കാവോ? ഓഡിബിൾ ആണ് അല്ലേ? ആ, ഓക്കെ. സോ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് കോറിലേഷനെ കുറിച്ചാണ്. സോ കോറിലേഷൻ ഇറ്റ് ഇസ് a measure of relationship between two variables.
വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ക്യാൻ വേരി, ദാറ്റ് ഇസ് വാട്ട് വേരിയബിൾ ഇസ്. അപ്പം വേരിയബിളിനകത്ത് ഇപ്പൊ നിങ്ങളുടെ സ്കോർസ് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് അതിനെ ഒരു വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. നിങ്ങളുടെ IQ സ്കോർ അതൊരു വേരിയബിൾ ആണ്. അപ്പൊ എനിത്തിങ്, സോ ടെമ്പറേച്ചർ ഇൻ ദ റൂം, എനിത്തിങ് ദാറ്റ് ക്യാൻ വേരി ഇസ് കോൾഡ് ആസ് എ വേരിയബിൾ. മൂന്ന് തരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിളും ബോത്ത് ദ വേരിയബിൾ ഷുഡ് മൂവ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇറ്റ് ക്യാൻ മൂവ് അപ്വേർഡ് ഓർ ഇറ്റ് ക്യാൻ മൂവ് ഡൗൺവേർഡ്. അപ്പോൾ രണ്ട് വേരിയബിളും കൂടാ രണ്ട് വേരിയബിളും കുറയുകയും ചെയ്യും. രണ്ടിനെ നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു വേരിയബിൾ കൂടുകയും മറ്റേ വേരിയബിൾ കുറയുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കും. പിന്നെ when there is no relationship between two variables, at that time we call it as zero correlation. Strength of the correlation range എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ -1 to +1 ആണ്. Correlation coefficient എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the number that represent the strength and direction of the relationship between two variables. So correlation coefficient നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ R വാല്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പും രണ്ട് ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ്. അപ്പൊ R is equal to 0.3 ആ വന്നതെന്ന് വെച്ചോ. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇറ്റ് ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് മനസ്സിലാക്കാം, മോഡറേറ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് മനസ്സിലാക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് ദിസ് കോറിലേഷൻ കോഎഫിഷ്യന്റ് കോറിലേഷൻ. ഇനി നമ്മൾ കോറിലേഷൻ മെത്തേഡിലോട്ടാണ് പോകുന്നത്. കോറിലേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ റിസർച്ച് മെത്തേഡ് ഇൻ വിച്ച് researcher attempts to determine whether and to what extent different variables are related to each other. എത്രത്തോളം രണ്ട് വേരിയബിൾസ് റിലേറ്റഡ് ആണ്. വെദർ ഇറ്റ് ഹെൽപ്സ് us to understand whether two variables are related. രണ്ട് വേരിയബിൾസ് റിലേറ്റഡ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇൻ കേസ് റിലേറ്റഡ് ആണെങ്കിൽ എത്രത്തോളം അതിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. എത്രത്തോളം വെദർ ഇറ്റ് ഇസ് ഭയങ്കര ഹൈ സ്ട്രെങ്തോടെ റിലേറ്റഡ് ആണോ, ഹൈലി റിലേറ്റഡ് ആണോ, അത് മോഡറേറ്റ്ലി ആണോ റിലേറ്റഡ്, വീക്ക് ആയിട്ടാണോ റിലേറ്റഡ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോറിലേഷൻ മെത്തേഡിൽ കൂടെ. ഇതിനകത്ത് ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ആസ് സ്മോക്കിംഗ് ഗോസ് അപ്പ് ലൈഫ് എക്സ്പെക്ടൻസി ഗോസ് ഡൗൺ. അപ്പം ഇവിടെ സ്മോക്കിംഗ് കൂടിയത് കാരണമാണ് ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത് എന്ന് നമുക്ക് കോറിലേഷൻ വാല്യൂല് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ സ്മോക്കിംഗ് കാരണമാണ് ഇവിടെ ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോറിലേഷൻ വാല്യൂവും കൊണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതാണ് ഇത് പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇന്ന വേരിയബിൾ കാരണമാണ് ഇന്ന വേരിയബിളിന് ഇന്നിപ്പോ സ്മോക്കിംഗ് കാരണമാണ് സ്മോക്കിംഗ് കൂടുതൽ കാരണമാണ് ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത് എന്ന് നമുക്ക് കോറിലേഷനിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. കോറിലേഷൻ ബൈ ഇറ്റ്സെൽഫ് കനോട്ട് ബി യൂസ്ഡ് ടു പ്രൂവ് കോസേഷൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇത് കോസ് ചെയ്യുന്നത് ഇത് കാരണമാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കോറിലേഷനിൽ കൂടെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് വേരിയബിളും കോറിലേഷനിൽ കൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ രണ്ട് വേരിയബിൾ റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് കാരണമാണ് ഈ മറ്റേ വേരിയബിൾ ഒക്കർ ചെയ്യുന്നത് നമ്മൾ പറയുന്നില്ല. ഇവിടെ പറയുന്നത് ജസ്റ്റ് ബിക്കോസ് two variables are related to each other, researchers cannot assume that one of them causes the other variable to occur. See, ഒരു വേരിയബിൾ കാരണമാണ് മറ്റേ വേരിയബിൾ ഒക്കർ ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ഈ കംപ്ലീറ്റ്ലി ഒരു തേർഡ് വേരിയബിൾ കാരണമായിരിക്കാം ഈ ഒരു വേരിയബിൾ ഉണ്ടായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഈ സിഗരറ്റ് സ്മോക്കിങ്ങിന്റെ ലൈഫ് എക്സ്പെക്ടൻസിയുടെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, പീപ്പിൾ ഇപ്പം സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്ടൻസി കുറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് എന്താണ്, സ്മോക്ക് ചെയ്ത കാരണമാണ് ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത് എന്ന് നമുക്ക് കോറിലേഷനിൽ കൂടെ പറയാൻ പറ്റില്ലെന്നാണ് നമ്മൾ പറയുന്നത്. അത് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? കാരണം ഈ സ്മോക്ക് ചെയ്ത ആൾക്കാർ ഒരു പക്ഷേ അവര് ദേ ആർ ഈറ്റിംഗ് അൺഹെൽത്തി ഫുഡ്, അവർ കിട്ടുന്ന എല്ലാം അവരങ്ങനെ ദേ ആർ ലീഡിങ് എ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അവർ അൺഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്, അവർ ദേ ഡോണ്ട് എക്സസൈസ്. അതൊക്കെ കാരണവും ഈ ലൈഫ് എക്സ്പെക്ടൻസി കുറയാം. അപ്പൊ സ്മോക്കിംഗ് കാരണമാണ് ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത് എന്ന് നമുക്ക് കോറിലേഷണൽ മെത്തേഡിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. അപ്പൊ ഇറ്റ് കുഡ് ബി കംപ്ലീറ്റ്ലി ബിക്കോസ് ഓഫ് ഡിഫറെന്റ് വേരിയബിൾസ്. ഒരു കംപ്ലീറ്റ്ലി ഒരു തേർഡ് വേരിയബിൾ കാരണമാകാം ഈ ഒരു ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത്, ഈ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്. അല്ലാതെ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ആണ് ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത് എന്ന് നമുക്ക് കോറിലേഷൻ മെത്തേഡിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ്
അതാണ് പറയുന്നത് ഇറ്റ് ഡസ് നോട്ട് ഡിറ്റർമൈൻ കോസ് ഇഫക്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും കോറിലേഷൻ ബൈ ഇറ്റ്സെൽഫ് കനോട്ട് ബി യൂസ്ഡ് ടു പ്രൂവ് കോസേഷൻ എന്ന് പറയാൻ കാരണം. ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? സോ കോസ് ഇഫക്ട് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റില്ല കോറിലേഷൻ മെത്തേഡിൽ കൂടെ. ഓക്കെ, ഇനി ഒരു ടേം ഉണ്ട് ഇതിനകത്ത്, ദാറ്റ് ഈസ് കോൾഡ് സ്കാറ്റർ പ്ലോട്ട്. സ്കാറ്റർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വിച്ച് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഈ പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഇപ്പൊ രണ്ട് വേരിയബിളും തമ്മിൽ +1 ആണ് കോറിലേഷൻ, കോറിലേഷൻ കോഎഫിഷ്യന്റ് വന്നിരിക്കുന്നത് +1 ആണെങ്കിൽ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇപ്പം മോഡറേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. കോറിലേഷനേ ഇല്ലെങ്കിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഈ പോയിന്റ്സ് എല്ലാം വരിക. പിന്നെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് എ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഇത് ഡൗൺവേർഡ് ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇവിടെ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഇറ്റ് വാസ് അപ്വേർഡ് ലീനിയർ റിലേഷൻഷിപ്പ്. പക്ഷേ ഇവിടെ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ വന്നപ്പം ഇറ്റ് ഈസ് എ ഡൗൺവേർഡ് ആയിട്ടുള്ള ലീനിയർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പിന്നെ ഇത് ഇപ്പൊ മോഡറേറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും സ്കാറ്റർ പ്ലോട്ട് വരിക. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട്. സോ എപ്പോഴും പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ് എപ്പോഴും നല്ലതെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു പെർഫെക്റ്റ് രണ്ട് വേരിയബിൾ തമ്മിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ഒക്കെ കിട്ടാനുള്ള ചാൻസസ് ഒക്കെ വെരി ലെസ് ആണ്, ബിക്കോസ് വി ഡീൽ വിത്ത് ഹ്യൂമൻ വേരിയബിൾസ്. അത് കാരണം തന്നെ അങ്ങനെ ഒരു പെർഫെക്റ്റ് കോറിലേഷൻസ് ഒക്കെ കിട്ടുക എന്ന് പറയുന്നത് കിട്ടത്തില്ല, കിട്ടാനുള്ള ഒരു ചാൻസസും ഇല്ല. ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ എ ജെനുവിൻ വേ യു വിൽ നോട്ട് ഗെറ്റ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഇനി വേറൊരു റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് എക്സ്പെരിമെന്റൽ റിസർച്ച്. Experimental research എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it's a research method in which researchers systematically alters one or more variable in order to determine whether such changes influence some aspect of a behavior. So ഈ experimental researchനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ the researcher manipulates or alter one variable, എന്നിട്ട് മറ്റേ വേരിയബിളിൽ എന്ത് എഫക്റ്റ് ഉണ്ടായി എന്ന് നോക്കും. ഒരു വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യും, മറ്റേ വേരിയബിളിൽ ഈ മാനിപ്പുലേഷൻ കാരണം എന്ത് എഫക്റ്റ് ഉണ്ടായി എന്ന് നോക്കും. അതിനെയാണ് ഈ എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും എഫക്റ്റ് കാണുന്ന വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയും. അപ്പം ഇവിടെ ഈ എക്സ്പെരിമെന്റേഷൻ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കോറിലേഷൻ മെത്തേഡിൽ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ലെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ experimental method, with the help of experimental method you can determine cause effect relationship. Appam you manipulate one variable and you try to see the change, see what kind of changes occur in the other variable. So oru manipulate cheyna variable ne independent variable ennum aa change edu variable aanu occur cheyyunnathu aa variable ne nammal dependent variable ennum vilikkum. Okay, ഇതിനകത്ത് ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ചെയ്യുമ്പോൾ പൊതുവെ രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒരു ഗ്രൂപ്പ് ഇസ് കോൾഡ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പിന് പറയുന്ന പേര് കൺട്രോൾ ഗ്രൂപ്പ് എന്നാണ്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റിസർച്ച് ദാറ്റ് റിസീവ്സ് ട്രീറ്റ്മെന്റ്. അപ്പം നമ്മുടെ ദ മാനിപ്പുലേഷൻ ഇംപ്ലിമെന്റഡ് ബൈ ദ എക്സ്പെരിമെന്റർ. അപ്പൊ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഗ്രൂപ്പിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നും, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഗ്രൂപ്പ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എക്സ്പെരിമെന്റ് ദാറ്റ് റിസീവ്സ് നോ ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് കിട്ടാത്ത ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് യു വാണ്ടഡ് ടു സ്റ്റഡി ദ ലൈഫ് സ്കിൽ, ഇപ്പം ഒരു അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്കില്ലിനെ കുറിച്ച് പറയാം, അണ്ടർ പ്രിവിലേജ് ചിൽഡ്രനിലെ ലൈഫ് സ്കില്ലിനെ കുറിച്ച് പഠിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക്, ഒരു ഗ്രൂപ്പ് ഓഫ് അണ്ടർ പ്രിവിലേജ് സ്റ്റുഡൻസിന് നിങ്ങൾ എന്ത് ചെയ്യും, അണ്ടർ പ്രിവിലേജ് ചിൽഡ്രന് നിങ്ങൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കും. മറ്റേ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രന് യു വിൽ നോട്ട് ഗീവ് ലൈഫ് സ്കിൽ ട്രെയിനിങ്. അപ്പം ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കും, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് വിളിക്കും. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദ വൺ ഹു ഡു നോട്ട് ഗോട്ട് ദ ലൈഫ് സ്കിൽ ട്രെയിനിങ്, അതിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് വിളിക്കും. സോ ഇതാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും
variable and he manipulates and he tries to assess whether he tried to measure the change that occurred in the other variable. അപ്പൊ ഇവിടെ ഒരു കോസ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയും. എക്സ്പെരിമെന്റർ ഏത് വേരിയബിളിനെയാണോ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വേരിയബിളിലാണോ ചേഞ്ച് ഉണ്ടായത് ആ വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും പറയും. ഓക്കെ, പിന്നെ ഇവിടെ രണ്ട് ഗ്രൂപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഗ്രൂപ്പിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്നും കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് കിട്ടാത്ത ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ലൈഫ് സ്കിൽ ട്രെയിനിങ് നമ്മൾ കൊടുത്ത ഗ്രൂപ്പിനെ നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. ലൈഫ് സ്കിൽ കൊടുക്കാത്ത ആ ഗ്രൂപ്പിനെ കൺട്രോൾ ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യും. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. അപ്പൊ ഒരു a researcher wanted to conduct a study. So the research question എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, does exposure to violent video games increases the likelihood that people will aggress against others in various ways, verbally, physically attacking them, spreading rumors or posting embarrassing photos of them on the internet. So through they wanted to find out whether exposure to video games increases aggression in others. ഇതാണ് പഠിക്കേണ്ടത്. നമ്മൾ ബോബോൾ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഓർമ്മ വന്നിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് അപ്പം ഈ റിസർച്ചർ ദേ ഹാവ് വാട്ട് ദേ ഡിഡ് ഇസ് ദാറ്റ് നമുക്ക് ഒബ്വിയസ്ലി രണ്ട് ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പിനെ the one group they will be shown violent video games, other group that group will be shown നോൺ വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് കളിപ്പിക്കാം. ഒരു ഗ്രൂപ്പിനെ വയലന്റ് ആയിട്ടുള്ള ഗെയിംസിനോട് എക്സ്പോസ് ചെയ്യിക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് ദേ വാണ്ടഡ് ടു അസസ് അഗ്രഷൻ, അല്ലേ, ഇവർ അഗ്രസീവ് ആയിട്ട് പെരുമാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഇവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് നടത്തി. അപ്പൊ ഇതിനകത്ത് ഇവര് ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിനകത്ത് എത്ര ഹോട്ട് സോസ് വേണേലും നിങ്ങൾക്ക് ഒഴിക്കാം. പക്ഷെ only thing this this glass of water will be drunk by another person എന്ന് ഇവരോട് പറഞ്ഞു. അപ്പം ഈ വയലന്റ് വീഡിയോ ഗെയിംസ് കണ്ട പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹോട്ട് സോസ് ഒഴിച്ചു ആ വാട്ടറിനകത്തോട്ട്. അപ്പൊ അവർക്ക് അഗ്രഷൻ കൂടുതലായത് കാരണം അവർ ബാക്കിയുള്ള ഒരാൾ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ സാധാരണ നമുക്ക് അഗ്രഷൻ ഒന്നും ഇല്ലാത്ത നോർമൽ ആൾക്കാർ വളരെ കുറച്ചല്ലേ ഒഴിക്കുള്ളൂ. ഇപ്പൊ എക്സ്പെരിമെന്റർ പറഞ്ഞതിന്റെ പേരിൽ 1 or 2 ഡ്രോപ്സ് ഒഴിക്കുമായിരിക്കും, അല്ലാതെ ഒരുപാട് ഒഴിക്കത്തില്ല. പക്ഷെ ഈ വയലന്റ് വീഡിയോ ഗെയിംസ് കളിച്ച ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസ് ദേ അവര് കൂടുതൽ ഡ്രോപ്സ് ഒഴിച്ചു. ഇങ്ങനത്തെ ഹോട്ട് സോസ് കൂടുതൽ ഡ്രോപ്സ് ഈ ഗ്ലാസ് ഓഫ് വാട്ടറിനകത്ത് ഒഴിച്ചു. ലെറ്റ് ദ അതർ പേഴ്സൺ ഡ്രിങ്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് മനസ്സിലായി ദാറ്റ് exposure to violent video games increases aggression എന്ന് മനസ്സിലായി. because they wanted to inflict more pain on the other person. അത് കാരണം തന്നെ ഇവര് കൂടുതൽ അഗ്രഷൻ കാണിച്ചു. ഈ അഗ്രസീവ് ആയിട്ടുള്ള വീഡിയോ ഗെയിംസ് കളിച്ച പാർട്ടിസിപ്പൻസ് കൂടുതൽ ഹോട്ട് സോസ് ആ വെള്ളത്തിനകത്ത് ഒഴിച്ചു. അപ്പം because they wanted to inflict pain on the other person, that is why. അപ്പൊ ഇത് ഇവര് കണ്ടുപിടിച്ചു. അപ്പം playing aggressive games increases aggression in against others എന്നുള്ള ഒരു കാര്യം എക്സ്പെരിമെന്റർ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന വേറൊരു കാര്യവും കൂടിയുണ്ട്, that all factors other than the independent variable that might also affect the participants behavior must be held constant എന്ന്. See, ഇവിടെ എന്നാ പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു ഈ സെയിം എക്സ്പെരിമെന്റിനകത്ത് ഈ ആള് ഇവര് ഇങ്ങനെ ഈ എക്സ്പെരിമെന്റ് നടത്തി. എന്നിട്ട് ഇത് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് 2 അസിസ്റ്റന്റ്സിനെ വിട്ടു എക്സ്പെരിമെന്റർ. അതിനകത്ത് ഒരു റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് വാസ് വെരി കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി. മറ്റേ അസിസ്റ്റന്റ് വാസ് ക്വൈറ്റ് റൂഡ് ആൻഡ് നാസ്റ്റി. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂഡ് അസിസ്റ്റന്റ് ഡാറ്റ കളക്ട് ചെയ്യാൻ പോയത് അഗ്രസീവ് ഗെയിം കണ്ടീഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്താണ്. ആ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുകാരുടെ അടുത്താണ് പോയി ഡാറ്റ കളക്ട് ചെയ്യാൻ ഇരുന്നത്. പക്ഷെ മറ്റേ പൊളൈറ്റ് ആയിട്ടുള്ള ആള് നോൺ അഗ്രസീവ് ആയിട്ടുള്ള ഗെയിം കണ്ടീഷനിലുള്ള ഗ്രൂപ്പിന്റെ അടുത്താണ് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പോയത്. ഇതാണ് സംഭവിച്ചത്. അപ്പം ഇവിടെ നമുക്കപ്പം ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we cannot say that the participants behaved aggressively either because of being exposed to violent video games or because the research assistant behaved rudely to them. ഏത് കാരണത്താലാണ് പാർട്ടിസിപ്പൻസ് റൂഡായിട്ട് അഗ്രസീവ് ആയിട്ട് പെരുമാറിയതെന്ന് നമുക്ക് ഇവിടെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല.
അതാണ് പറയുന്നത് all factors other than the independent variable must be held constant എന്ന്. ഇവിടെ ഈ ഒരു ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരാളെ ഇപ്പൊ ഇവിടെ ഒരു ഈ ബിഹേവിയർ ഓഫ് ദ റിസർച്ച് അസിസ്റ്റന്റിനെ നമുക്കൊരു കൺഫൗണ്ടിങ് വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത് കൺഫൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ കൺഫ്യൂഷൻ ദാറ്റ് occurs when factors other than the independent variable in the experiment vary across experimental condition. അപ്പം ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലാതെ വേറെ ഏതെങ്കിലും വേരിയബിൾ മാറിയിട്ടുണ്ടെങ്കിൽ അതിന് ദാറ്റ് റിസൾട്ട് ഇൻ കൺഫൗണ്ടിങ്, ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഒക്കർ ചെയ്യും. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ എന്താ ഒക്കർ ചെയ്തത്? എന്ത് കാരണത്താലാണ്? എക്സ്പോഷർ ടു വയലന്റ് വീഡിയോ ഗെയിംസ് ആണോ, അതെയോ ബിഹേവിയർ ഓഫ് ദ റൂഡ് അസിസ്റ്റന്റ് ആണോ അവരെ അഗ്രസീവ് ആയിട്ട് പെരുമാറിയത് എന്നിപ്പോ എക്സ്പെരിമെന്ററിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഒരു ബിഹേവിയർ ഓഫ് ദ റൂഡ് അസിസ്റ്റന്റിനെ ഇവിടെ കൺഫൗണ്ടിങ് വേരിയബിൾ അല്ലെങ്കിൽ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇങ്ങനത്തെ ഈ വേരിയബിൾസിനെ എല്ലാം കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് മാത്രമേ എക്സ്പെരിമെന്റൽ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ഒരു എക്സ്പെരിമെന്റ് ഇതിനെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ മനസ്സിലാകും. വേറൊരു എക്സാമ്പിളിലൂടെ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഒരു റിസർച്ചറിന് wanted to conduct an experiment to find out whether lack of exercise has an effect on weight gain. ഇതാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുകാർക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ഗ്രൂപ്പിന് എക്സസൈസ് ഇല്ല, എക്സസൈസ് ചെയ്യിക്കുന്നില്ല. എന്നിട്ട് ഇവരുടെ വെയിറ്റ് മെഷർ ചെയ്യും ലേറ്റർ ഓൺ. പക്ഷേ ഈ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുകാർ എന്ത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ഓൾസോ കൺസ്യൂംഡ് ലോ കലോറീസ് ഫുഡ്. അവർക്ക് ലോ കലോറി ഫുഡാണ് ഇവർ തിന്നത്. ബാക്കിയുള്ള കൺട്രോൾ ഗ്രൂപ്പിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള അവരുടെ ഡെയിലി റുട്ടീനിലുള്ള ഫുഡ് കഴിച്ചെങ്കിൽ ഇവര് ലോ കലോറി ഫുഡുമാണ് കഴിച്ചത്. അപ്പൊ എന്ത് പറ്റി? ഇപ്പം വെയിറ്റ് എടുത്തപ്പോ ഒബ്വിയസ്ലി എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുകാർക്ക് കുറവാ വന്നു. പക്ഷെ ഇവിടെ റിസർച്ചറിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വെദർ whether the weight loss happened because of low calorie food or because of exercise. ഏത് കാരണത്താലാണ്, എന്തിന്റെ കാരണത്താലാണ് വെയിറ്റ് കുറഞ്ഞത്, വെയിറ്റ് ലോസ് ഉണ്ടായതെന്ന് എക്സ്പെരിമെന്ററിന് റിസർച്ചറിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ അതിനെയാണ് ഈ കൺഫൗണ്ടിങ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. അപ്പൊ ഇവിടുത്തെ കൺഫൗണ്ടിങ് വേരിയബിൾ ഏതാണ്? ഈ കൺസെപ്ഷൻ ഓഫ് ലോ കലോറി ഫുഡാണ് ഇവിടുത്തെ കൺഫൗണ്ടിങ് വേരിയബിൾ. അത് കാരണമാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാഞ്ഞത്. ഇത് ഫുഡ് ഇങ്ങനെ കഴിച്ചത് കാരണമാണോ, ലോ കലോറി ഫുഡ് കഴിച്ചത് കാരണമാണോ, അതെയോ എക്സസൈസ് ചെയ്തിട്ടാണോ ഇവരുടെ വെയിറ്റ് കുറഞ്ഞത് എന്ന് റിസർച്ചറിന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അതാണ് ഈ അപ്പം ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? എക്സ്പെരിമെന്റർ ഇങ്ങനെ എക്സ്പെരിമെന്റ്സ് നടത്തുമ്പം വാട്ട് ദേ ഷുഡ് ഡു, ദേ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദ വേരിയബിൾസ് അതർ ദാൻ ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഷുഡ് ബി ഹെൽഡ് കോൺസ്റ്റന്റ് എന്നുള്ള കാര്യം ഇവര് എക്സ്പെരിമെന്ററിന്റെ മൈൻഡിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് റിസൾട്ടിനെ that will hamper the result altogether. So that is what this experimental method is and confounding variables. Is it clear? Clear ആണോ? സോ ഇവിടെ എക്സ്പെരിമെന്റർ ഈ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ സെയിം ഫുഡ് തന്നെയായിരിക്കണം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പുകാരും കഴിക്കുന്നത്. അപ്പൊ ഫുഡിന് ഒരു മോണിറ്ററിംഗ് റിസർച്ചറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പ്യുവർലി എക്സസൈസ് കാരണമാണ് വെയിറ്റ് ലോസ് ഉണ്ടായതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ഫാക്ടർ എന്തൊക്കെ എക്സ്ട്രേനിയസ് ആയിട്ടുള്ള വേരിയബിൾസ് ഉണ്ടോ, എന്തൊക്കെ ഇങ്ങനത്തെ കൺഫൗണ്ടിങ് വേരിയബിൾസ് ഉണ്ടോ, അതിനെ എല്ലാം കൺട്രോളിൽ നിർത്തി വേണം ഇങ്ങനത്തെ എക്സ്പെരിമെന്റൽ മെത്തേഡ് റിസർച്ചിൽ അങ്ങനത്തെ ആ ഒരു കൺട്രോളിംഗ് ഇസ് ഹൈലി എസെൻഷ്യൽ. Is it clear? Yes, ma'am. Okay. Okay, it's clear, right? Yes, ma'am. Okay. Ma'am. Okay. So now we are going to see two types of experimental research. First is true experimental research and second is quasi-experimental research.
ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ ഈ ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ചും ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ചും തമ്മിൽ. ഇപ്പൊ ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെരിമെന്റൽ റിസർച്ച് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ് ഹെൽപ്സ് us to establish cause and effect relationship. അതിലൊരു സംശയമില്ല. എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. So it establishes cause-effect relationship between independent variable and dependent variable. That is what true experimental research is. പിന്നെ ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ചിന്റെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ the participants are randomly assigned to experimental and control group, which means participants have an equal chance of getting into any of the experimental group. നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് അറിയാലോ, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. അപ്പം പാർട്ടിസിപ്പൻസിനെ റാൻഡംലി അസൈൻ ചെയ്യും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലോട്ടോ കൺട്രോൾ ഗ്രൂപ്പിലോട്ടോ. അതിനെയാണ് നമ്മൾ ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്നത്. ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ക്വാസിയുടെ മീനിങ് തന്നെ റിസംബ്ലൻസ് എന്നാണ്. അപ്പൊ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടിസിപ്പൻസ് ആർ നോട്ട് റാൻഡംലി അസൈൻ ടു എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. സോ ഇവിടെ റാൻഡംലി അസൈൻ ചെയ്യുന്നില്ല. ഇവിടെ ഈ ഒരു എലമെന്റ് ഓഫ് റാൻഡമൈസേഷൻ ഇസ് മിസ്സിംഗ് ഇൻ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച്. ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ റാൻഡംലി ആണ് അസൈൻ ചെയ്യുന്നത്. പാർട്ടിസിപ്പൻസിനെ ഈ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലോട്ടും കൺട്രോൾ ഗ്രൂപ്പിലോട്ടും അസൈൻ ചെയ്യുന്നത് റാൻഡംലി ആയിരിക്കും. ക്വാസി എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ടു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ഇസ് നോട്ട് ദെയർ. അപ്പം ഇവിടെ ക്വാസി എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിനകത്തും ഇറ്റ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെയും എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ടേം തന്നെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് മെയിൻലി ടു എസ്റ്റാബ്ലിഷ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ട്രൂ എക്സ്പെരിമെന്റിനകത്തും അത് തന്നെയുണ്ട്. എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്തും ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് കോസ് എഫക്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. വ്യത്യാസം വരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാസി എക്സ്പെരിമെന്റിൽ റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ടു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ഇസ് മിസ്സിംഗ്. ഇവിടെ റാൻഡം അസൈൻമെന്റ് ഉണ്ട്. ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ദ പാർട്ടിസിപ്പൻസ് ആർ അസൈൻഡ് റാൻഡംലി ടു എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് കുറച്ചുകൂടെ കൺവീനിയൻസിനെ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് കൺവീനിയൻസിനെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പാർട്ടിസിപ്പൻസിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ, കാരണം എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കുന്ന ഗ്രൂപ്പാണ്. കാരണം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഗ്രൂപ്പ് അല്ലേ. കൺട്രോൾ ഗ്രൂപ്പ് അത്ര ഈസിലി അവൈലബിൾ അല്ലെങ്കിലും പ്രശ്നമില്ല. അപ്പം അവിടെ ഒരു റാൻഡമൈസേഷന്റെ ഒരു മിസ്സിംഗ് വരുന്നതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ചിൽ റാൻഡംലി അല്ല പാർട്ടിസിപ്പൻസിനെ അസൈൻ ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലോട്ടും കൺട്രോൾ ഗ്രൂപ്പിലോട്ടും. ദാറ്റ് is the main difference between experimental research and true experimental research and quasi experimental research. Okay, so this is with quantitative research. Is it clear? ഞാൻ ഇനി ഏതെങ്കിലും ഒരു പാർട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ? എന്തെങ്കിലും വേണോ? You lost somewhere or you didn't understand some areas? Or if you have any kind of doubts, you can also ask me. Ma'am, psychology historical research use ചെയ്യുന്നുണ്ടോ? നമ്മൾ അധികം ചെയ്യാറില്ല ഹിസ്റ്റോറിക്കൽ റിസർച്ചസ് ഒന്നും. നമ്മൾ ബേസിക്കലി പൊതുവെ നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത് എംപിരിക്കൽ റിസർച്ചസ് ആണ് ബേസിക്കലി. പിന്നെ കോൺസെപ്ച്വൽ റിസർച്ച് ഒക്കെ ചെയ്യാം കേട്ടോ, ചെയ്യും. ഇഷ്ടമാതിരി പേപ്പേഴ്സ് ഒക്കെ ഉണ്ട്. റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടമാതിരി കോൺസെപ്ച്വൽ പേപ്പേഴ്സും ഒക്കെ ഉണ്ട്. Historical is very rare. Okay, ma'am. Anything else? Okay, I hope this experimental research is clear. അതാണ് എപ്പോഴും കൺഫ്യൂസിങ് വരുന്നത്. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഇപ്പം ഒരു ക്വസ്റ്റ്യൻസ് വരുവാണ് ഇതിനകത്ത് ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ എഫക്ട് ഓഫ് ലൈഫ് സ്കിൽ ട്രെയിനിങ് ഓൺ മെന്റൽ ഹെൽത്ത് എമംഗ് അണ്ടർ പ്രിവിലേജ് സ്റ്റുഡൻസ്. ഇതാണ്
ഇതിനകത്ത് നിന്ന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതാണ്, ഡിപെൻഡന്റ് വേരിയബിൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിൾ, അല്ലെങ്കിൽ ആ ഇഫക്റ്റ് ഉണ്ടാവുന്ന വേരിയബിളിനെ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഇവിടെ നമ്മുടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് ഇഫക്ട് ഓഫ് ലൈഫ് സ്കിൽ ട്രെയിനിങ് ഓൺ ദ മെന്റൽ ഹെൽത്ത് ഓഫ് അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രിവിലേജ് ചിൽഡ്രൻ ഈ സാമ്പിൾ ആണ്. അതിൽ നമ്മൾ അവിടെ നോക്കുക വേണ്ട. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ ആണല്ലോ. അപ്പൊ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, നമ്മൾ ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കും ഒരു ഗ്രൂപ്പിന്, മറ്റേ ഗ്രൂപ്പിന് കൊടുക്കില്ല. അവിടെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ ഏതാണ്, ലൈഫ് സ്കിൽ ട്രെയിനിങ് ആണ്. അപ്പം അവിടെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപെൻഡന്റ് വേരിയബിൾ ഈ ലൈഫ് സ്കിൽ ട്രെയിനിങ് കാരണം മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതാണ്. അപ്പം അതിന് എന്തെങ്കിലും എഫക്ട് ഉണ്ടാവുന്നുണ്ടോ, മെന്റൽ ഹെൽത്തിന് എന്തെങ്കിലും എഫക്ട് ഉണ്ടാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരിക്കും അപ്പം നോക്കുന്നത്. അപ്പൊ അതിനകത്ത് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതായിരിക്കും ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ എഫക്ട് ഉണ്ടാവുന്ന വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. നമ്മൾ മെഷർ ചെയ്യുന്ന വേരിയബിളിനെ ഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെ മെന്റൽ ഹെൽത്തിനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, എഫക്ട് ഉണ്ടാവുന്ന മെന്റൽ ഹെൽത്തിനായിരിക്കും, അതിനെ നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പം എഫക്ട് ഓഫ് ഹൈ, മോഡറേറ്റ് ആൻഡ് ലോ ഡോസ് ഓഫ് ഡ്രഗ്, അല്ലെങ്കിൽ എഫക്ട് ഓഫ് ഡ്രഗ്സ് ഓൺ ദ സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലീപ്പിംഗ് പാറ്റേൺ, അപ്പം നമ്മൾ ഡ്രഗ് പല ഡോസസിലായിരിക്കും ഡ്രഗ് കൊടുക്കുന്നത്. അപ്പം അവിടെ ആ ഡ്രഗിനെയാണ് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ എഫക്ട് ഓഫ് ഡോസ് ഓഫ് ഡ്രഗിനെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിളും, ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്ന സ്ലീപ്പിംഗ് പാറ്റേണും ആയിരിക്കും ഡിപെൻഡന്റ് വേരിയബിളും വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഡിപെൻഡന്റ് വേരിയബിൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാണിക്കുമ്പം ചോദിക്കുമ്പം ഇങ്ങനെ ഓരോരോ സെന്റൻസുകളിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നത്. ഏതാണ് എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നോക്കുക, ഏത് വേരിയബിളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് നോക്കുക. That is what independent and dependent variable. Okay, I'll move to the next topic. You are okay? Okay. So പറയൂ. ഹലോ, ഹലോ, കേക്കാവോ? Somebody was telling something. Clear അല്ല. ഒന്നുമില്ല മാം, കേൾക്കാം പറഞ്ഞതാണ്. Okay. Okay. Then we'll move to the next topic, that is qualitative research. Qualitative research എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, it mainly deals with written data അല്ലെങ്കിൽ verbal data എന്നുള്ളത്. So it's a method of research that produces non-numerical data such as observation of behavior or personal account of experience. സോ റിട്ടൺ ഡേറ്റയോ വേർബൽ ഡേറ്റയോ ഒക്കെ ഡീൽ ചെയ്യുന്നതിനെയാണ്, അങ്ങനത്തെ ഡേറ്റ ഡീൽ ചെയ്യുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. സോ ബേസിക്കലി നമ്മൾ ഇപ്പോൾ ഒരു 7 മെത്തേഡാണ് കാണാൻ പോകുന്നത്. സോ ദ മെത്തേഡ്സ് ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആർ എത്നോഗ്രഫി, ഗ്രൗണ്ടഡ് തിയറി, ഫെനമിനോളജി, കേസ് സ്റ്റഡീസ്, നറേറ്റീവ്സ്, ഫോക്കസ് ഗ്രൂപ്പ് ആൻഡ് ഇന്റർവ്യൂ. Okay. First, we are going to start with ethnography. So, ethnography, it's also called as cultural anthropology. It's also called as naturalistic inquiry. It has its roots from anthropology. ഈ ethnography എന്ന് പറയുന്നത് it is a study of cultural phenomena. So, ethno എന്ന് പറഞ്ഞാൽ തന്നെ it means people or folk, whereas graphy means describing something. That is what ethnography is. എത്നോഗ്രഫിയുടെ മീനിങ് എന്ന് പറയുന്നത് അതാണ്. സോ എത്നോഗ്രഫി ബേസിക്കലി ഒരു കൾച്ചറൽ ഫിനോമിന സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ഈ എത്നോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് യു വാണ്ടഡ് റിസർച്ചർ വാണ്ടഡ് ടു സ്റ്റഡി റിച്വൽ, ഒരു പർട്ടിക്കുലർ റിച്വൽ ഓഫ് ട്രൈബ്സിനെ കുറിച്ച് പഠിക്കണം. അവര് ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ട്രൈബ്സ് ഫോളോ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റിച്വലിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? യു വിൽ ഗോ ദെയർ, യു വിൽ സ്റ്റേ വിത്ത് ദെം.
നിങ്ങൾ അവിടെ പോയി അവരുടെ കൾച്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ പോയി അവിടെ നിന്ന് അവരുടെ ഈ ഒരു പർട്ടിക്കുലർ റിച്വലിനെ കുറിച്ച് പഠിക്കുന്നു. ഇതിനെയാണ് ഈ എത്തനോഗ്രഫി എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രോസസ് ആണ്. നിങ്ങൾ അവിടെ പോയി പ്രോബ്ലി ഇറ്റ് വിൽ ടേക്ക് 6 months ടൈം, അല്ലെങ്കിൽ ഒരു 6 months ടൈമോ 1 year ടൈമോ എടുത്ത് അവിടെ പോയി അവരുമായിട്ട് ഇഴകി ചേർന്ന് അവരുടെ ആ ഒരു കൾച്ചറിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഈ എത്തനോഗ്രഫി എന്ന് പറയുന്നത്. അപ്പം അവർ ഈ ഒരു കൾച്ചറിന്റെ സിംബോളിക് മീനിങ് എന്താണ്, എന്ത് കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് അവർ ഈ റിച്വൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും നിങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിനെയാണ് ഈ എത്തനോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് കൾച്ചറൽ ഫിനോമിന. ഈ എത്തനോഗ്രഫേഴ്സ് they seek to gain two perspectives. First perspective എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിക് പെർസ്പെക്റ്റീവ്, സെക്കൻഡ് ഇസ് എത്തിക് പെർസ്പെക്റ്റീവ്. എമിക് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസ്പെക്റ്റീവ് ഇൻ വിച്ച് ദ റിസർച്ചേഴ്സ് ഗെയിൻ ദ ഇൻസൈഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. The researcher tries to comprehend the social phenomena from the research participants' point of view. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ഫിനോമിന ഫ്രം ദ റിസർച്ച് പാർട്ടിസിപ്പൻസ് പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പൊ ട്രൈബിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ട്രൈബിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, ആ ഒരു പർട്ടിക്കുലർ ട്രൈബിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ യു ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പർട്ടിക്കുലർ റിച്വൽ, ആ ഒരു സോഷ്യൽ ഫിനോമിനെ നിങ്ങൾ ആ ഒരു ട്രൈബിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പഠിക്കുന്നതിനെ എപ്പിക് പെർസ്പെക്റ്റീവ് എന്ന് പറയും. Whereas ethic perspective എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you are studying, it's an outside perspective of the researcher. It is influenced by theoretical frameworks and concepts. It is not guided by the subjective meaning of the research participants. So ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is understanding the social phenomena with the help of theoretical frameworks and concepts. ബുക്കിൽ ഒരുപാട് ഇങ്ങനത്തെ ഈ ട്രൈബ്സിന്റെ റിച്വൽസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും അവരുടെ തിയററ്റിക് കോൺസെപ്റ്റ്സിനെ കുറിച്ചും ഒരുപാട് തിയറീസ് ഒക്കെ കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ആ ഒരു it's about understanding the social phenomena from the theoretical perspective. ആ ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റിൽ നിന്നും ഫ്രെയിംവർക്കിൽ നിന്നും മനസ്സിലാക്കുന്നതിനാണ്. അവിടെ റിസർച്ച് പാർട്ടിസിപ്പന്റിന്റെ ആ ഒരു സബ്ജക്റ്റീവ് മീനിങ്ങിനൊന്നും പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വാല്യൂ ഒന്നുമില്ല. എമിക് പെർസ്പെക്റ്റീവിൽ ആ സബ്ജക്റ്റീവ് മീനിങ്ങിനാണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നത്. അവരത് എന്തുകൊണ്ട് അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിന്, ആ ട്രൈബിന്റെ ആ പെർസ്പെക്റ്റീവിന് അതിനെ കാണാൻ നോക്കും. റിസർച്ച് പാർട്ടിസിപ്പന്റിന്റെ പെർസ്പെക്റ്റീവിന് കാണാൻ നോക്കും എമിക് പെർസ്പെക്റ്റീവില്. എത്തിക് പെർസ്പെക്റ്റീവില് റിസർച്ച് പാർട്ടിസിപ്പന്റിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നല്ല, പക്ഷെ തിയററ്റിക്കൽ ഗൈഡഡ് ബൈ ദ തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആൻഡ് കോൺസെപ്റ്റ്സ്, അതിനെയാണ് എത്തിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഈ എത്തനോഗ്രഫി അല്ലെ കൾച്ചറൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ഇനി വേറെ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങളിപ്പം തേർഡ് ഇയേഴ്സ് ഒക്കെയാണ് ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു മേ നോ ഇറ്റ്. കേസ് സ്റ്റഡി നിങ്ങൾ കേസസ് എടുത്തിട്ടുണ്ടാവും. കേസ് സ്റ്റഡി ഇറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് വൺ സെറ്റിംഗ് ഓർ എ സിംഗിൾ സബ്ജക്ട്, എ സിംഗിൾ ഡിപ്പോസിറ്ററി ഓഫ് ഡോക്യുമെന്റ് ഓർ വൺ പർട്ടിക്കുലർ ഇവന്റ്. കേസ് സ്റ്റഡി ഇപ്പം നിങ്ങൾക്ക് യു വാണ്ടഡ് ടു സ്റ്റഡി, ഇപ്പം നിങ്ങളൊരു you become a clinical psychologist ഒക്കെ ആയി. അത് കഴിയുമ്പോഴത്തേന് you got a patient. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പേഷ്യന്റിനെ നമ്മൾ യു ടേക്ക് എ കേസ് ഹിസ്റ്ററി, അവരുടെ ഫാമിലി ട്രീ നോക്കും, പിന്നെ അവരുടെ കറന്റ് മെന്റൽ എക്സാമിനേഷൻ മെന്റൽ സ്റ്റേറ്റസ് എക്സാമിനേഷൻ നടത്തും. അങ്ങനെ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് ഒരു ഇൻഡെപ്ത് സ്റ്റഡി നടത്തുന്നതിനെയാണ് ഈ കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. സോ ഇറ്റ് നീഡ് നോട്ട് ബി എ സിംഗിൾ ഇൻഡിവിജ്വൽ. അതൊരു സെറ്റിംഗ് ആകാം, ഒരു പർട്ടിക്കുലർ ഈവെന്റിനെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡി ആകാം, ഒരു കമ്മ്യൂണിറ്റിനെ കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ഇൻഡെപ്ത് സ്റ്റഡി ആകാം. അതിനെയൊക്കെ നമുക്ക് കേസ് സ്റ്റഡി എന്ന് വിളിക്കാം. ഒരു സിംഗിൾ ഒരു സബ്ജക്ട് മാത്രമായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് കേസ് സ്റ്റഡി. ഓക്കെ, പിന്നെ വേറൊരെണ്ണം വരുന്നത് ഗ്രൗണ്ടഡ് തിയറി. സോ ദിസ് ഗ്രൗണ്ടഡ് തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതൊരു തിയറി അല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു റിസർച്ച് മെത്തേഡ് തന്നെയാണ്, ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് തന്നെയാണിത്. പക്ഷെ ഇതൊരു പേര് അങ്ങനെ ഗ്രൗണ്ടഡ് തിയറി എന്ന് വന്നെങ്കിലും അതൊരു തിയറി അല്ല. സോ ദിസ് ഇസ് it's proposed by two sociologists named Barney Glaser and Anselm Strauss. സോ ഇതിനകത്ത് മെയിൻലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is a research strategy whose basic purpose is to generate theory from data. So here theory ഒരു ഡേറ്റയിൽ നിന്ന് തിയറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ യു ഹാവ് എ സെറ്റ് ഓഫ് കളക്റ്റഡ് ആൻഡ് അനലൈസ്ഡ് ഡേറ്റ
and from that data you are generating a theory. അതിനെയാണ് grounded theory എന്ന് പറയുന്നത്. So grounded clearly means the theory will be generated on the basis of data. നിങ്ങളുടെ കയ്യിൽ കുറെ കളക്ട് ചെയ്ത് അനലൈസ് ചെയ്ത ഡേറ്റാസ് ഉണ്ട്. ആ ഡേറ്റയിൽ നിന്ന് നിങ്ങൾ ഒരു തിയറി ഉണ്ടാക്കുന്നു. അതിനെയാണ് ഈ ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ദിസ് ഗ്രൗണ്ടഡ് തിയറി is. പിന്നെ വേറൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച് എന്ന് പറയുന്നത് ഫെനോമെനോളജിയാണ്. ഫെനോമെനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അപ്രോച്ച് ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്ക്രൈബിംഗ് ദ lived experiences of the individual. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്ക് കോവിഡ് വന്ന് ഒരുപാട് പേർക്ക് അവരുടെ they lost their closed ones. അപ്പം അതിനകത്ത് യു വാണ്ടഡ് ടു സ്റ്റഡി ഒരു ഡീറ്റെയിൽ സ്റ്റഡി നടത്തണം ഓഫ് ദ സർവൈവേഴ്സ്. അപ്പം വാട്ട് യു വിൽ ബി ഡൂയിങ്, അപ്പം നിങ്ങൾ നടത്തുന്ന ഒരു സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഫെനോമെനോളജിക്കൽ സ്റ്റഡിയാണ്. അവരിപ്പം ഹൗ ദേ ആർ കോപ്പിംഗ് വിത്ത് ദ ലോസ്, അവർ എന്തൊക്കെ ട്രോമയെ കൂടെ ഗോ ത്രൂ ചെയ്തു, റൈറ്റ് നൗ ഹൗ ദേ ആർ കോപ്പിംഗ് വിത്ത് ദ ലോസ്. ദാറ്റ് ഇസ് വാട്ട് ദേ സ്റ്റഡി ഇൻ ഫെനോമെനോളജി. അതാണ് ഈ ലീവ്ഡ് എക്സ്പീരിയൻസസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ്. ഇപ്പം സർവൈവ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ അവരുടെ എക്സ്പീരിയൻസസ്, അവര് എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ ഫെനോമെനോളജി എന്ന് പറയുന്നത്. ഈ ഫെനോമെനോളജിക്കകത്ത് 2 ക്വസ്റ്റ്യൻസ് ആണ് അവർ അഡ്രസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ സബ്ജക്ട്സ് എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു ദ ഫിനോമിന, what factors have influenced the experience of the phenomena. അപ്പൊ എന്താണ് സബ്ജക്റ്റിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പഠിക്കും, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ വേണ്ടി ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ ഈ ഫെനോമെനോളജിക്കകത്ത് പഠിക്കുന്ന കാര്യം. ഓക്കെ, സി ഓക്കെ, I'll stop with this. You are tired? Are you tired? I'll continue in the night. Okay, ma'am. Okay, ma'am. Okay. So you have, നിങ്ങൾക്ക് ഇതുണ്ടോ, നോയമ്പൊക്കെ ഉള്ളവരുണ്ടെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ? ഷമീമ, you have നോയമ്പില്ലേ? Okay, you are tired? Tired ഒന്നുമില്ല. So you are used to it. Slides ഒന്ന് റീക്യാപ്പ് ചെയ്യാമോ? Yes. ചെയ്യാം. See, നമ്മൾ പഠിച്ചത് okay, so we have studied about the meaning of research. Meaning of research എന്ന് പറഞ്ഞാൽ it is search for knowledge. So researchന്റെ ഒരു ക്ലിഫോർഡ് വുഡി പറഞ്ഞ research researchന്റെ definition കുറിച്ച് we have studied. So ഇതിനകത്ത് it's mostly of the steps in the researchനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് as a definition. So that is something we have seen. Then we saw about descriptive versus analytical research. Descriptive research, it is about describing the current status of a phenomena എന്ന് നമ്മൾ പറഞ്ഞു. So ഇപ്പം the current status of unemployment rate in India അതെന്നൊക്കെ പറയുന്നതാണ് descriptive research. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the researcher is conducting a research after the event has occurred. That is what exposed factor is. Exposedന്റെ മീനിങ് തന്നെ after the fact എന്നാണ്. ഇപ്പൊ നമ്മൾ ഫ്ലഡ് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ പഠിക്കാൻ പോവാണ്, അങ്ങനെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഇവന്റ് ഹാസ് occurred and then you are going to study. So here you will be reporting what has happened and what is happening. That is what എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. ഒരു ഇവന്റ് സംഭവിച്ചതിന് ശേഷം നിങ്ങൾ അതിനെ പഠിക്കുന്നതിനെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് സോ ഇറ്റ് ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻ വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെയാണ് അനലിറ്റിക്കൽ റിസർച്ച് മെയിൻലി അഡ്രസ് ചെയ്യുന്നത്. വൈ പീപ്പിൾ ആർ ഹാവിംഗ് ഡിഫിക്കൽട്ട് ടൈം ഇൻ ഗെറ്റിംഗ് എ ജോബ് എന്നൊക്കെയുള്ള വൈ പഠിക്കുന്നതിനെയാണ് അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് അപ്ലൈഡ് റിസർച്ചും ഫണ്ടമെന്റൽ റിസർച്ചും. അപ്ലൈഡ് റിസർച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് ആക്ഷൻ റിസർച്ച്. ഫണ്ടമെന്റൽ റിസർച്ചിനെ ബേസിക് റിസർച്ച് അല്ലെ പ്യൂർ റിസർച്ച് എന്ന് പറയും. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം, ഒരു ഇമീഡിയറ്റ് പ്രോബ്ലം. സോ വി ഹാവ് എ പ്രോബ്ലം now. നമുക്ക് കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ടു ഡിസ്കവർ എ മെഡിസിൻ, വാക്സിനേഷൻ ഫോർ കോവിഡ്.
Other immediate solution, that is you are giving an immediate solution to a current problem, and that is what applied research is. Then we have fundamental research. Fundamental research is mostly driven by theoretical concepts. So ഇവിടെ fundamental research it's you are trying to expand your existing knowledge. That is what you are doing. So here you are gathering knowledge for knowledge sake. That is what fundamental research. ഇപ്പം നമ്മൾ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻ പറഞ്ഞു, ഇങ്ങനെ തിയറീസ് എല്ലാം അതെല്ലാം ഫണ്ടമെന്റൽ റിസർച്ചിന്റെ ഭാഗമായിട്ട്. സോ ഹിയർ യു ആർ എക്സ്പാൻഡിങ് യുവർ knowledge, your existing knowledge. Then comes the qualitative and quantitative research. Quantitative research, it mainly deals with numbers and statistics. It's quite objective in nature. Qualitative research, it deals with verbal and written data. It is subjective. It varies from individual to individual. Qualitative research. Pinne conceptual research, empirical research. Conceptual research nathu nammal abstract ideas we are researching about abstract ideas. So philosophical questions okke nammal answer cheyyunnathu ee research kodeyanu. Like what is the meaning of your life എന്നൊക്കെ പറയുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് നമ്മൾ ഈ കോൺസെപ്ച്വൽ റിസർച്ചിലൂടെയാണ് ആൻസർ ചെയ്യുന്നത്. Then comes the empirical research. Empirical researchnathu this is something you confirm with the help of observation or experiment. So നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യും. എക്സ്പെരിമെന്റ്സിലൂടെയാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ്സോ ഒബ്സർവേഷനോ അല്ലെ സർവേയോ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ട് we verify it. So that is what is empirical research. പിന്നെ നമ്മൾ there are different types of researches. Longitudinal research അല്ലെ one time research. So longitudinal research എന്ന് പറയുമ്പോൾ same sample ne you are studying it for over a period of time. That is what longitudinal research. ഇപ്പം ഒരു കുട്ടി അല്ലെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അവരുടെ 5 വയസ്സിൽ പഠിച്ചു, 9 വയസ്സിൽ പഠിച്ചു, 20 12 വയസ്സിൽ, അങ്ങനെ പല അവരെ ഒരു ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവരെ പഠിക്കുന്നതിനെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്റ്റഡി എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഹാപ്പൻസ് ഓൺലി അറ്റ് വൺ പെർട്ടിക്കുലർ ടൈം. നമ്മളൊക്കെ ചെയ്യുന്നത് ക്രോസ് സെക്ഷനിൽ വരും. ഇങ്ങനെ ഒരാൾ നമ്മൾ സ്കൂളിൽ പോയി സെൽഫ് എസ്റ്റീം ക്വസ്റ്റ്യർ കൊടുത്തു, അവർ സ്കൂൾ പിള്ളേരുടെ സെൽഫ് എസ്റ്റീമിനെ അസസ് ചെയ്യും. അതൊക്കെ ക്രോസ് സെക്ഷണൽ സ്റ്റഡീസ് ആണ്. ആ ഒരു ഒറ്റ സമയത്ത് നമ്മൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് വി വിൽ നോട്ട് ബി ട്രാക്കിംഗ് ദം ആൻഡ് ഡൂയിങ് റിസർച്ച് ഓൺ ദം. നോ, that is not cross sectional study. So a study which happens only at one particular time, that is what cross sectional study. പിന്നെ എക്സ്പ്ലോറേറ്ററി സ്റ്റഡി ആണ്. അതൊരു പ്രിലിമിനറി സ്റ്റഡിയാണ്, ഒരു നമ്മുടെ പൈലറ്റ് സ്റ്റഡി പോലത്തെ പ്രിലിമിനറി സ്റ്റഡി. Studying a new problem here. So you are studying a totally new problem. ഒരു ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതുപോലെയാണ്, അതാണ് ജസ്റ്റ് എക്സ്പ്ലോറിങ് വാട്ട് ഇസ് ഇറ്റ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നതിനെയാണ് ഈ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് പാസ്റ്റ് ഇവന്റ്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതിനെയൊക്കെയാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. സോ ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമുക്ക് രണ്ട് സോഴ്സിലൂടെയാണ് ഡാറ്റ കിട്ടുന്നത്. ഒന്ന് പ്രൈമറി സോഴ്സസ്, സെക്കൻഡ് വൺ ഇസ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പം ഇറ്റ്സ് അബൌട്ട് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, ഡയറക്റ്റ് എവിഡൻസ് ആയിരിക്കും, ഡയറക്റ്റ് എവിഡൻസസ് നമുക്ക് കിട്ടും. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. സോ പ്രൈമറി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഓറൽ ഹിസ്റ്ററീസ് ആകാം, റിട്ടൺ റെക്കോർഡ്സ്, ഡയറീസ് ഒക്കെ ആകാം. സെക്കൻഡറി ഡേറ്റാസ് എന്ന് പറയുമ്പം ഇറ്റ് ക്യാൻ ബി ഗവൺമെന്റ് പബ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്, ബുക്സ് ഒക്കെയാണ്. പിന്നെ കോറിലേഷൻ. Correlation is a quite important topic. Correlation, experimentation, experimental research, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. സോ ഈ ഒരു റിസർച്ച് എന്ന് പറയുന്നത് കോറിലേഷൻ മീൻസ് ഇറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. 3 തരത്തിലുള്ള കോറിലേഷൻ ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, സീറോ കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ is a relationship between two variables in which both the variables moves up in the same direction. രണ്ട് വേരിയബിളും സെയിം ഡയറക്ഷനിലാണ് പോകുന്നതെങ്കിൽ it's called as positive correlation. It can be like one variable increases, other variable also increases.
അതിനെയും പോസിറ്റീവ് കോറിലേഷൻ വിളിക്കാം. വൺ വേരിയബിൾ ഡിക്രീസസ് അതർ വേരിയബിൾ ഓൾസോ ഡിക്രീസസ്, അതിനെയും പോസിറ്റീവ് കോറിലേഷൻ വിളിക്കാം. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേരിയബിൾ ഇൻക്രീസസ് ആൻഡ് അതർ വേരിയബിൾ ഡിക്രീസസ്, അതിനെയാണ് നെഗറ്റീവ് കോറിലേഷൻ. സീറോ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ when there is no relationship between two variables. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യന്റ് റേഞ്ച് എന്ന് പറയുന്നത് which is represented in small r and the range is -1 to +1. ആ ഒരു റേഞ്ചിലായിരിക്കണം കോറിലേഷൻ കോഎഫിഷ്യന്റ് അതിന്റെ വാല്യൂസ് വരേണ്ടത്. സോ കോറിലേഷൻ കോഎഫിഷ്യന്റ് it helps us to understand two factors. ഏതൊക്കെയാണ്? സ്ട്രെങ്ത് ഓഫ് ദ റിലേഷൻഷിപ്പും ഡയറക്ഷൻ ഓഫ് ദ റിലേഷൻഷിപ്പും ബിറ്റ്വീൻ ദ വേരിയബിൾസ്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 0 to 1 to it's from 0 to 3 ആണെങ്കിൽ it is weak, 3 to 4 to 7 ആണെങ്കിൽ it is moderate, 8 to 9 ആണെങ്കിൽ it is strong, and 1 is a perfect correlation. So direction എന്ന് പറയുമ്പോൾ it can be positive, negative. അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ it will be written +0.7 അല്ലെങ്കിൽ മൈനസ് എന്ന് പറയും, മൈനസ് എന്ന് അതിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ it is negative correlation നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So that is what correlation coefficient is. Then correlation, this correlation it does not determine cause effect relationship നമ്മൾ പറയും. So it does not helps to prove causation. So causation ഇത് ഹെൽപ്പ് ചെയ്യില്ല. So cause effect relationship correlationൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ രണ്ട് വേരിയബിൾസ് കോറിലേഷനിൽ കൂടെ നമുക്ക് we can find out that two variables are related, but we cannot say that one variable caused the other variable to occur എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കോറിലേഷനിൽ കൂടെ. It can be because എന്തെങ്കിലും തേർഡ് വേരിയബിൾ കാരണമായിരിക്കാം ഫസ്റ്റ് വേരിയബിൾ ഒരു മറ്റേ സെക്കൻഡ് വേരിയബിൾ ഒരു ഇമ്പാക്ട് ഉണ്ടായത്. നമ്മൾ സിഗരറ്റ് സ്മോക്കിങ്ങും ലൈഫ് എക്സ്പെക്ടൻസിയും പറഞ്ഞു. സിഗരറ്റ് സ്മോക്കിംഗ് കൂടിയത് കാരണം ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞെന്ന് കോറിലേഷൻ വഴി നമ്മൾ പറഞ്ഞ കാരണം കോറിലേഷൻ വഴി പറഞ്ഞാൽ സിഗരറ്റ് സ്മോക്കിംഗ് when the cigarette smoking went up, life expectancy comes down എന്ന് പറഞ്ഞാൽ that doesn't mean that cigarette smoking caused a decrease in life expectancy എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. It can be because of other factors as well. സിഗരറ്റ് സ്മോക്കിംഗ് കാരണമായിരിക്കില്ല ലൈഫ് എക്സ്പെക്ടൻസി കുറഞ്ഞത്. ചിലപ്പം ആ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്ത കാരണമായിരിക്കാം, എക്സസൈസ് ഇല്ലാത്ത കാരണമായിരിക്കാം, അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൺസ്യൂം ചെയ്ത കാരണമായിരിക്കാം. സോ കോറിലേഷനിൽ നമുക്ക് കോസ് ഇഫക്ട് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്കാറ്റർ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞു. അത് എങ്ങനെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതാണ് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. പിന്നെ എക്സ്പെരിമെന്റൽ മെത്തേഡ്. എക്സ്പെരിമെന്റൽ മെത്തേഡിനകത്ത് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ. ഏത് വേരിയബിൾ ആണോ റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നും, ഏത് വേരിയബിളിനെയാണോ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ഉണ്ടായത് ഏത് വേരിയബിളിലാണോ അതിനെ ഡിപെൻഡന്റ് വേരിയബിൾ എന്നും വിളിക്കും. പിന്നെ ഇതിനകത്ത് രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് the group that receives a treatment, that is called as experimental group. Control group എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് കിട്ടാത്ത the group that does not receive any treatment, that is what is called as the control group. Okay, and we have discussed about an example also. Then we have said about another topic, that is confounding variable. Confounding variable എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ any other factors other than the independent variable. See, IV ഇട്ടേക്കുന്നത് independent variable ആണ് കേട്ടോ, DV is dependent variable. So any other factors other than the independent variable, if it vary across the experimental condition, that can be called as a confounding variable. അത് ഒരുപാട് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. സോ അവിടെ റിസർച്ചറിന് മനസ്സിലാക്കാൻ പറ്റില്ല ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണമാണോ ഡിപെൻഡന്റ് വേരിയബിൾ എഫക്ട് ഉണ്ടായതെന്ന് എക്സ്പെരിമെന്ററിന് മനസ്സിലാക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഈ കൺഫൗണ്ടിങ് വേരിയബിൾ കാരണവും ഡിപെൻഡന്റ് വേരിയബിളിൽ എഫക്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം we have to make sure that all these confounding variables or extraneous variables are under control എന്നുള്ള കാര്യം we have to specifically note. Then there are basically two types of experimental research, true experimental research and quasi experimental research. True experimental research എന്ന് പറയുമ്പോൾ തന്നെ it helps to establish cause effect relationship between independent and dependent variables. വ്യത്യാസം വരുന്നത് ട്രൂ എക്സ്പെരിമെന്റിലും ക്വാസി എക്സ്പെരിമെന്റിലും എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പൻസ് ടു എക്സ്പെരിമെന്റൽ കൺട്രോൾ ഗ്രൂപ്പ് ഇസ് ലാക്കിംഗ് ഇൻ ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച്. ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഈ ഒരു റാൻഡം അസൈൻമെന്റ് ഓഫ് പാർട്ടിസിപ്പൻസ് is there in true experimental research.
പിന്നെ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇറ്റ്സ് മെയിൻലി ഇൻവോൾവ് നോൺ ന്യൂമറിക്കൽ ഡാറ്റ, വെർബൽ ഡാറ്റയും റിട്ടൺ ഡാറ്റയൊക്കെയാണ് ഇതിനകത്ത് കൂടുതൽ ആയിട്ട് കാണുക. സോ അങ്ങനെ നമ്മൾ വി സ്റ്റഡിഡ് അബൌട്ട് എത്തനോഗ്രഫി. എത്തനോഗ്രഫി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് കൾച്ചറൽ ഫിനോമിന. അപ്പം ആ ഒരു റിസർച്ച് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കൾച്ചറൽ അവിടെ പോയി നിന്ന് ദേ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ആ ഓരോരോ റിച്വൽസോ എന്ത് ആ പർട്ടിക്കുലർ ഫിനോമിനയുടെ സിംബോളിക് മീനിങ് എന്താണ് എന്നൊക്കെ അവർ പഠിക്കുന്ന ആ ഒരു സ്റ്റഡിക്കാണ് നമ്മൾ എത്നോഗ്രഫി എന്ന് പറയുന്നത്. Then ethnographers they wanted to they understand a concept from two perspectives. One epic perspective, ethic perspective. Then second one is ethic perspective. Emic perspective എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ so here it's about understanding the concept from the research participants point of view. So understanding a social phenomena from the research participants point of view. That is what emic perspective is. And ethic perspective എന്ന് പറയുന്നത് understanding the social phenomena with the help of theoretical framework അല്ലെ കോൺസെപ്റ്റ്. ബുക്കിലൊക്കെ ഉള്ള തിയറട്ടിക്കൽ കോൺസെപ്റ്റ് അത് വെച്ചിട്ടായിരിക്കും അവര് ഈ ഒരു അവരുടെ ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ പഠിക്കാൻ നോക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് എത്തിക് പെർസ്പെക്റ്റീവ്. പിന്നെ കേസ് സ്റ്റഡീസ്. For a research method. So here what happens is that the researcher generates theory from collected and analyzed data. So first data collect ചെയ്യും, analyze ചെയ്യും, എന്നിട്ട് അതിനകത്ത് നിന്ന് they generate a theory. So that is why this theory will be therefore grounded in data. അപ്പം that is what this എന്തിനാണ് ഇവർ ഡേറ്റ കളക്ട് ചെയ്യുക? The data is collected to generate the theory. That is what this grounded theory is. Then comes the phenomenology. Phenomenology, this is stems from philosophy, and this phenomenology, this is a qualitative approach that helps in understanding the lived experiences of the individual. അവർക്ക് അവര് the kind of subject in the experience എന്താണെന്നാണ് മെയിൻലി പഠിക്കുന്നത്. What they have been through. They have lost they are survivors of COVID-19 അല്ലെങ്കിൽ of cancer. അങ്ങനെയുള്ള ആൾക്കാര് they are survivors of cancer. അപ്പൊ അവരുടെ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ്, വാട്ട് ദേ ഹാവ് ബീൻ ത്രൂ എന്നുള്ളതൊക്കെ പഠിക്കുന്നതാണ് ഈ ഒരു ഫെനമിനോളജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ. ഓക്കെ, so I'll continue in the evening. Okay, ma'am. So thank you so much. Thank you, ma'am. Thank you, ma'am. Thank you. Okay, we can leave. Madam.